മഞ്ഞരമ്മരാട്ടുകുട്ടി മണിയന്റെ മര സോപ്പ് പെട്ടി പാട്ടുപെട്ടി വട്ടപ്പെട്ടി വെറുതെ നിന്ന കൂട്ടം പട്ടി ഇത് മറിയരമ്മരാട്ടുകുട്ടി. എന്താണ് ഇത് മറ്റേ പാട്ടല്ലാണ്? ഏതാണ്? തഞ്ചാന വീട് വരെ പോയി പാടിയ പാട്ട്. ഏത് പാട്ടാണ്? മറിയടമ്പരാട്ടുകുട്ടി. അതല്ല, ഇത് ഞാൻ ഇപ്പൊ ചായ കുടിച്ചോണ്ട് ഇപ്പൊ ഞാൻ വെളിയിൽ നിന്ന് ഉണ്ടാക്കിയ പാട്ട്. അല്ല തങ്കച്ച, എന്താ സംഭവം? ഇത് പിന്നെ ഗിറ്റാർ, തേയില തോട്ടം, ദാണ്ട ഗ്ലാസ് ഇരിക്കുന്നു, വിറവ് ദാണ്ട ഇവിടെ ബീഡി വിട്ടായിരിക്കുന്നു. എന്താണ്? അല്ല ഇതെന്താ പരിപാടി? എന്താ ഇതൊരു വൈബാണ്. ഇങ്ങനെ കൂടുക, പാട്ട് പാടുക, രണ്ട് കട്ടനൊക്കെ ഇങ്ങനെ കുടിക്കുക, അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കൂടൽ. അതാണ് ഒരു കൂടൽ. അത് ഒരു ഒത്തുകൂടൽ. ഈ കൂടൽ നമ്മളിപ്പോ ഇത്രയും പറയുമ്പോ എന്തായാലും പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് കൂടലിനെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് എന്തിന്റെ ഒരു കൂടലാണ് ആണല്ലോ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൂടൽ സിനിമയിലെ ടീം ഇവിടെ വന്ന് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സുമായിട്ടൊന്ന് ഒത്തുകൂടിയാൽ എങ്ങനെയുണ്ടാവും? അതിൽ എനിക്കൊരു സന്തോഷം എന്നറിയാം. എന്നാ ആ കൂടലിൽ എന്റെ ഒരു ഫ്രഷ് പാട്ട്, ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഫ്രഷ് പാട്ട് എനിക്ക് ഇവിടെ പാടാൻ പറ്റിയത്. ആ ഫ്രഷ് പാട്ട് കത്തിക്കാനാണ് വിറവ് കൂട്ടിയിട്ടേ. കുറച്ച് കത്തിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ അൽഫാമോ മിണ്ടാണ്ടിരുന്നോ. അപ്പൊ പക്രു ചേട്ടാ, ഞാൻ പറഞ്ഞ ഐഡിയ നല്ലതാണെങ്കിൽ നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? ഗംഭീരായിരിക്കും. സന്തോഷത്തോടെ വിളിച്ചോളൂ. വെൽക്കം കൂടൽ ടീം. ചിരിറാന്തൽ തൂക്ക് തിരിയുന്നേ നീട്ട് പുഴയോരത്ത് രാവത്ത് ആഘോഷമാ. ആദ്യമായിട്ടാണ് ഒരു സിനിമാ പ്രൊമോഷൻ തേയിലത്തോട്ടം തുറന്നു വരുന്നത്. ഞങ്ങളുടെ പുലി വീണ്ടും ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലേക്ക് ആ പുലിയല്ലേ? അതെ, ആ ചീഞ്ഞളിഞ്ഞ സൈഡിൽ കിടന്ന പുലി, ഗതികെട്ട പുലി തന്നെ ഇത്. റിയാന്നാണോ പേര്? ഈ റിയ എനിക്ക് ഭയങ്കര ഈഗോ അടിക്കുന്നുണ്ട്. മറിക്കെ ആദ്യമായിട്ടാണ് ഇത്ര ഹൈറ്റ്. ഭയങ്കരമായിട്ട് ഈഗോ അടിക്കാണ് എനിക്ക്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ശരിക്കും എത്ര ഉണ്ട് ഹൈറ്റ്? 6 ഫീറ്റോ? ദൈവമേ, ഞാൻ അങ്ങോട്ടേക്ക് നോക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ശരി, ഈ കൂടൽ ടീം ഇത്രയും കൂടി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അറിയണം. ബിബി ചേട്ടാ, ടേക്ക് ഓവർ പറഞ്ഞോ. നമസ്കാരം. അപ്പോ കൂടൽ എന്ന് പറഞ്ഞ സിനിമയാണ് എന്റെ പുതിയത് ഇനി ഇറങ്ങാനുള്ളത്. 10-1 ജൂൺ 20 നമ്മുടെ പടം റിലീസ് ആവുകയാണ്. അപ്പോൾ ആ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് വന്നിരിക്കുന്നത്. ഇത് 2 പേരാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, അതായത് ഡയറക്ടർ. അപ്പോൾ അതിൽ ഒരാളാണ് ഷാഫി എപ്പിക്കാട്. ഇദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത പടം ചെക്കൻ എന്ന് പറഞ്ഞ പടമാണ്. ചെക്കനിലെ പാട്ടുകൾ ഫ്ലോറിൽ പാടിയിട്ടുണ്ടെന്ന്. ഈ ഫ്ലവറിൽ പാടിയിട്ടുണ്ടെന്ന്. ഒരു കാട്ടുമൂളണ് ആ പാട്ട് ഈ ചെക്കനിലെ പാട്ടാണ്. അതെ. ഇനി വേറെ ആളുള്ളത് ഷാനു കക്കൂറാണ് ഒരു അടുത്ത ഡയറക്ടർ. ഇത് ക്യാമറമാൻ ഷജീർ പപ്പ. പിന്നെ ഇതിനൊക്കെ കാരണക്കാരനായ വ്യക്തി ഞങ്ങളുടെ പ്രൊഡ്യൂസർ ജിതിൻ ചേട്ടൻ. ഇനിയുള്ളത് പാട്ടുകാരത്തി മീരയാണ്. മീര അറിയാലോ, എ.ആർ. റഹ്മാൻ വരെ സ്റ്റോറി ഇട്ട ചില്ലറ കാര്യങ്ങളൊന്നും കൊണ്ടല്ല ഞങ്ങൾ വന്നേക്കുന്നത്. ഒറ്റ പാട്ടിൽ അങ്ങ് കേറിപ്പോയി. ആദ്യമായിട്ട് മലയാളത്തിൽ പാടുന്ന പാട്ട് ഞങ്ങളുടെ പടത്തിലാണ്. സൂപ്പർ. പിന്നെ ഞങ്ങക്ക് 4 ഹീറോയിൻസ് ആണ്. അതിലൊരാളാണ് നിയ, റിയ, ഇനി അനുസിത്താരുടെ അനിയത്തിയായിട്ടുള്ള അനു സോനാര, പിന്നെ ഉള്ളത് മറീന മൈക്കിൾ. ഇത്രയും പേരാണുള്ളത്. ഇത്രയും 4 നായികമാരുണ്ടിട്ട് എന്നെ ഒന്ന് വിളിച്ചോന്ന് നോക്കണേ. അതിന്റെ സ്റ്റോറി ഇടാനും സ്റ്റാറ്റസ് ഇടാനും ഞാൻ. അതിൽ അമ്മ വേഷം ഇല്ലായിരുന്നു, നായികമാര് മാത്രമല്ല അമ്മ വേഷം. യൂത്ത് പടമായിരുന്നു. ഈ ഡയാന് ഞാനായിട്ട് എന്താ പ്രശ്നം? മരതകത്തിൽ വിളിച്ചു, വന്നില്ല. ഈ പടത്തിൽ എന്തോ ട്രൈ ചെയ്തു, വന്നില്ല. എന്താ പ്രശ്നം? ഞാനായിട്ട് എന്താ പ്രശ്നം? എന്താണെന്നറിയോ, ഡാൻ എന്റെ കൂടെ മാത്രമേ നായികയായിട്ട് വരുള്ളൂ. ഇനി പണ്ടെങ്ങാനും വല്ല മെസ്സേജ് അയക്കുക അങ്ങനെ ഇല്ലടാ, ഇപ്പൊ നിർത്തിയടാ. ബിബിൻ ചേട്ടൻ 2 നല്ല അടിപൊളി പ്രോജക്ട്സിലാക്കാൻ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാണ്ട് പോയത്. എനിക്ക് അതിൽ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. 1 പേഴ്സൺ 3 ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനോഹരമായ നമ്മുടെ സിനിമ വരച്ച് കാണിക്കുന്ന ഒരു ആർട്ട് സെക്ഷൻ ഇവിടെ സെറ്റ് ചെയ്തു. അതിന് നല്ലൊരു കയ്യടി നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കും. കാരണം ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊരു പ്രൊമോഷൻ എവിടെയെങ്കിലും ഒരു വേദിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ടെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ മനസ്സ് കണ്ടപ്പോഴേക്കും മാനത്ത് കണ്ടു. ഡയറക്ടർ അനുചേട്ടൻ ചെയ്തു. ഉറപ്പായിട്ടും പുള്ളിയുടെ പരിപാടികൾ വലിയൊരു സന്തോഷം. കാരണം ഞങ്ങൾ നമ്മുടെ പടത്തെ കുറിച്ചുള്ള പടത്തിന്റെ ടോൺ എന്താണെന്ന് നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ഫ്ലോർ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള നന്ദി പറയുന്നത്. പിന്നെ പറഞ്ഞ പോലെ
പോലെ തന്നെ ഒരു ക്യാമ്പിംഗ് പശ്ചാത്തലമാക്കിയിട്ട് മലയാളത്തിൽ വരുന്ന ആദ്യത്തെ സിനിമയാണ്. ഒരു പരിചയമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്ത് ഒരു ദിവസം ഒരുമിച്ച് കൂടാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് ഒരുപാട് എലമെന്റ്സ്, ഒരുപാട് സ്റ്റോറിക്കുള്ള വകുപ്പുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ദിവസം നടക്കുന്ന ഒരു മ്യൂസിക്കൽ ട്രാവൽ മൂവി എന്ന് തന്നെ പറയാം. ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരും പറയുന്ന പോലെ തന്നെ തിയേറ്ററിലേക്ക് വരിക, നിങ്ങളുടെ കയ്യടി തിയേറ്ററിൽ ലഭിക്കട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. കണ്ടല്ലോ ട്രെയിലർ? ആ ട്രെയിലർ നമുക്ക് കാണാം അല്ലേ? യെസ്. ഏതോ ഒരു നല്ല നിമിഷത്തിൽ ഈ കൂടലിനെ കുറിച്ച് എവിടെ നിന്നോ അറിഞ്ഞ് ഏതൊക്കെയോ നാടുകളിൽ നിന്ന് വന്നു ചേർന്ന നിങ്ങളൊക്കെ ഈ സമയം മുതൽ ഒരു കുടുംബമാവുകയാണ്. ഇന്നത്തെ ഓർമ്മകളാവണം നാളെ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ട ഊർജം. സത്യത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എന്താ സംഭവിച്ചത്? സാർ ഒരു പ്രശ്നമില്ല. ഉണ്ണക്കെട്ടണേ. എല്ലാവരും ശ്രദ്ധിച്ചേ, ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. എന്തോ ഒരു സംഭവം അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. നൈസ് നൈസ് നൈസ്. അപ്പൊ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങൾക്ക് അറിയണം എന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ജോയ്ഫുൾ ആക്കി ചിരിച്ച് പഴയ ഇതിലേക്ക് വന്നതല്ലേ, ചിരിക്കാനൊക്കെ ആഗ്രഹമില്ലേ? റെഡി. അത് പറഞ്ഞപ്പോഴാണ് കൂടുതൽ സിനിമ കാണാൻ ഒരു കുടുംബം റെഡി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷയിലാണ് അവർ വരുന്നത്. അവരുടെ അവസ്ഥ എന്തായാലും നമുക്ക് നോക്കിയാലോ, എവിടെ എത്തിയെന്ന് നമുക്ക് നോക്കാം. ശരി, കാണാം. നിങ്ങളെ കാല് പിടിക്കാണോ? 2 മണിക്കൂറോടെ നിങ്ങളെ കൊണ്ട് ഞാൻ നടക്കണം. ഒന്ന് വണ്ടി തുറക്കണ്ട. എന്റെ ഭാര്യ വലിച്ചടാ, വന്നിട്ട് ഞാൻ അവളെ അവിടെ പൊയ്ക്കോളാം. ഈ കുടിയേറെ ഏത് നേരത്തെ വണ്ടിക്കകത്ത് വിളിച്ച് കയറ്റാൻ തോന്നിയാതോ? ഇന്ന് രാവിലെ കൃത്യം 9:30 ആ സമയത്താണ് താങ്കൾ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. എനിക്ക് ഒരുപാട് അത്യാവശ്യം ഉണ്ടെണ്ണ. എന്താണ് നിന്റെ അത്യാവശ്യം? അത് പറ. എനിക്ക് കൂടലിന് പോണം. നല്ല വൈബാണ് ഈ സ്ഥലം. സാധനം ഉണ്ടെങ്കിൽ ഇതിനകത്തിരുന്ന് കൂടാ. അതല്ല, എനിക്ക് ബിപിൻ ജോർജ് ചേട്ടന്റെ കൂടലിന് പോണമെന്ന്. നമ്മളെ പോലുള്ള സാധാരണക്കാരും കൂടൂല, വലിയ സെലിബ്രിറ്റി ബിപിന്റെ കൂടെ കൂടുള്ളൂ. ഇല്ലടാ, ഈ വാട്ടിത്തടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ബിപിൻ ജോർജ് ചേട്ടന്റെ പുതിയ സിനിമ കൂടൽ ഇന്ന് റിലീസ് ആവുകയാണ്. നമ്മള് പയ്യന്മാരുടെ ആരാധകനാണ്. പിന്നെ ഇതിനകത്ത് മറ്റേ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്തൊരു വേഷം? വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഈ സിനിമയിൽ ഇല്ല. ഇല്ല. എന്റെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇല്ലേ? അപ്പൊ മസാല ദോശയുടെ കൂടെ ഉഴുന്നോടെ ഇല്ലേ? അതാണ് കോംബോ. നീ കേട്ടിട്ടില്ലേ? പൊറോട്ടയുടെ കൂടെ ബീഫ്, മുട്ടിന്റെ കൂടെ കടല എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പിനേഷൻ ആണ്. പക്ഷേ ഇത് വിഷ്ണു ഒന്നും ഇല്ലെങ്കിലും ഇതില് 8 പാട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ബിപിൻ ജോർജിന്റെ കൂടുതലല്ല, പിന്നെ കൂടുതലാണ്. 8 പാട്ട് കിടക്കല്ലേ, അപ്പൊ അത് കൂടുതലല്ലേ? കൂടുതൽ തന്നെ. ബിപിൻ ജോർജ് ചേട്ടൻ അല്പം വെച്ച് കൂടുതൽ തന്നെയാണ്. ചെയ്യാത്ത എന്തോ പരിപാടിയുണ്ട്. എന്തോ സംവിധാനം ചെയ്യും, സിനിമ എഴുതും, പാട്ട് പാടും, നായകനാവും, വില്ലനാവും, ആങ്കർ ചെയ്യും, റാംപാപ്പ് ചെയ്യും. അതുകൊണ്ട് ബിപിൻ ജോർജ് ചേട്ടൻ കുറച്ച് കൂടുതൽ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് 4 നായികമാരുണ്ട്. 4 നായികമാരുണ്ടോ? അപ്പൊ ഉണ്ണികൃഷ്ണ ഉണ്ട്. ഉണ്ണികൃഷ്ണ ഇല്ല. ഉണ്ണികൃഷ്ണ ഉണ്ട്. ഇല്ല. ഇവിടെ 4 നായികമാര് കിടക്കല്ലേ, അപ്പൊ ബിപിൻ ജോർജ് താന് ഉണ്ണികൃഷ്ണൻ ആയിക്കോളും. അണ്ണാ, എനിക്ക് ആ സിനിമയ്ക്ക് പോണോണ്ണ. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും പറയണ, നിങ്ങളെ വീട് എവിടെയാണ്? ഞാൻ കൊണ്ടാക്കാം. പറ. എന്റെ വീടാ? എന്റെ വീട് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ? റെയിൽവേ സ്റ്റേഷൻ. അതിന്റെ പുറകെ ഒരു ഗുഡ്സ് കട ഉണ്ട്, അതിന്റെ അടുത്താണ് എന്റെ വീട്. നിങ്ങളെ വീട് അവിടെ ആയിട്ടാണ് ഈ പഞ്ചായത്ത് മൊത്തം എന്നെ ഈ ഓട്ടോയെ കൊണ്ടിട്ട് ഓടിച്ചത്. ഇപ്പൊ തന്നെ അവിടെ കൊണ്ടാക്കാം 350 രൂപ. 350 രൂപ? പിന്നെ അവിടെ കൊണ്ടാക്കാം 350. റെയിൽവേ സ്റ്റേഷൻ വരെ പോണേനാ? അവസാനമായിട്ട് പറയണ 100 രൂപ വരും. ഈ കാലത്ത് 100 രൂപയ്ക്ക് കാരണം ഓട്ടോ ഓടുന്നത്. ഒരു കാര്യം ചെയ്യ്, നീ പുറകോട്ട് കയറി, ഞാൻ വണ്ടി ഓടിച്ച് അവിടെ പോവാം. അവിടെ ചെല്ലുമ്പോ നീ 100 രൂപ വന്നാൽ മതി. ചോദിക്കണോട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നരുത്. നിങ്ങൾക്ക് എന്തോന്ന് ജോലി ചെയ്യണ? നിങ്ങൾക്ക് എന്തോന്ന് ജോലി? അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ക്രിയേറ്റർ ആണ്. എന്തോന്ന് ക്രിയേറ്റർ? ഞാൻ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അത് സോൾവ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇറങ്ങൂല? ഞാൻ ഇറങ്ങൂല. എന്റെ ഭാര്യ വരട്ടെ, വന്നിട്ടേ പോണുള്ളൂ. ഇതിപ്പോ ഇറങ്ങാൻ സിനിമയെ കാണണമല്ലോ. ഒരു പരിപാടി ഉണ്ട്, നോക്കാം. ഏക്കണേ ഭഗവാനെ. അണ്ണാ, അണ്ണാ, എനിക്ക് തലവേല എടുക്കണ. അയ്യോ, എനിക്ക് തല ഇറങ്ങണ. ഞാൻ വീഴുവണ്ണ. അണ്ണാ, ഞാൻ വീഴുവണ്ണ. ബോധം കിട്ട ഒരു സ്ഥലത്ത് കിട
നീ കഴിഞ്ഞു പോവല്ലേ? എനിക്ക് ഭയങ്കര തലവേദന. എനിക്ക് 10 മണിയാകുമ്പോ തലവേദന വരുമോ? എനിക്ക് രാവിലെ ഉറക്കം വയ്ക്കുമ്പോഴും തലവേദന. എന്റെ തലവേദന ഒരു പ്രത്യേക തരം തലവേദന. എന്തോ പ്രത്യേകത? ഈ തലവേദന പറഞ്ഞെങ്കിൽ എവിടെ കുറ്റിക്കാട് ആ കുറ്റിക്കാട്ടി പോയിട്ടേ കമ്മ്യൂണിസ്റ്റ് പച്ച പറിച്ചിട്ടേ ചതച്ച് എന്റെ നെറ്റിയിലിട്ടത് എന്റെ തലവേദന മാറും. ഉറപ്പായിട്ട് മാറും. അവിടെ ഇല്ലേ? എവിടെയാണ് കുറ്റിക്കാട്? എവിടെ? തോണ്ട അവിടെ. ആ കുറ്റിക്കാട്. തോണ്ട കുറ്റിക്കാട്. ആ കുറ്റിക്കാട്. ഇവിടെ കുറ്റിക്കാട്. ആ കുറ്റിക്കാട്. ഇടത്തോട്ട് പോയാലുണ്ടല്ലോ അവിടെ ഒരു കുറ്റിക്കാട്. ഇടത്തോട്ടും ഉണ്ടാ കുറ്റിക്കാട്. വലത്തോട്ട് പോടാ. അതിന്റെ എവിടെയെങ്കിലും പോയി വെട്ടി പൊളാടാ അതിന്റെ കുറ്റിക്കാട്. ഞാൻ പോയി കൂടുതൽ സിനിമ കാണണ്ട അവന്റെ കുറ്റിക്കാട്. പറയും പോലെ ഞാൻ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് വെച്ച പറിക്കും. ഞാൻ കോൺഗ്രസ്സുകാരനല്ലേ? അനിയ കോൺഗ്രസ് വെച്ച് മതിയാ? ഈ കോൺഗ്രസ് ഏതെങ്കിലും പച്ച പറിച്ചില്ല. നീ അത് എന്തെങ്കിലും മേടിച്ചു പോടാ. ഞാൻ പോയി സിനിമ കാണട്ടെ. നീ എങ്ങനെ പോവും? ഞാൻ ഈ ആട്ടോ ഓടിച്ചു പോവും. ഇങ്ങനെ പോവും നീ? എങ്ങനെ പോവും? സാറിന്റെ കൈ ഇരിക്കല്ലേ? എന്നെ പറ്റിച്ചിട്ട് മുങ്ങുള്ള പ്ലാൻ അല്ലേ? നിങ്ങൾ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഞാൻ ചോദിക്കണോണ്ട് നിങ്ങൾക്ക് ഒന്നും തോന്നില്ല. നിങ്ങൾ ഇങ്ങനെ കള്ളു കുടിക്കേണ്ട കാര്യം തോന്നുന്നു. അത് ന്യായം. നീ അത് ചോദിക്കണം. ഞാനിങ്ങനെ മദ്യത്തിന്റെ കാര്യം എന്റെ ഭാര്യയാണ്. ഭാര്യ തീരാൻ ക്ലീശ. പറ. നിനക്കറിയോ എന്റെ ആദ്യ രാത്രി 9 മണിയായപ്പോ അവള് പാലം കൊണ്ടുവന്നു. അപ്പൊ ഞാൻ അവിടുത്തെ ചോദിച്ചു, എടി നീ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ചോദിച്ചു. വല്ല അഫയറോട് ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. ഞാൻ 10 മണിക്ക് ചോദിച്ചു. അപ്പൊ അവളൊന്നും പറഞ്ഞില്ല. ഞാൻ 12 മണിക്ക് ചോദിച്ചു. അപ്പോഴും പറഞ്ഞില്ല. ആദ്യ രാത്രി. അവസാനം അവളത് പറഞ്ഞു. എത്ര മണിക്ക്? രാവിലെ 3 മണിക്ക്. കോളേജിൽ പഠിക്കുമ്പോ ഒരു പയ്യനോട്ട് ചെറിയ ഇഷ്ടമുണ്ട് അവള് പറഞ്ഞു. എടാ എന്റെ ഉള്ളിലെ അപകർഷത വെക്കുന്ന കിടക്കണമെന്ന്. ഇനിയിപ്പോ ആ ചെറുക്കൻ എന്നെക്കാളും വെളുത്താണോ, മുടിയുണ്ടോ മുടിയില്ലേ, മീശയുണ്ടോ മീശയിലെ, താടിയുണ്ടോ താടിയില്ലേ, അത് ഓർത്താണ് ഞാൻ കുടിക്കണത്. നിങ്ങൾ ഒരു തരത്തിൽ വണ്ടി ഇറങ്ങി പോകൂല? ഇല്ല, എനിക്ക് ഇന്നൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കുന്നു. നിങ്ങൾ ഭാര്യ വരട്ടെ, വന്നിട്ടേ ഞാൻ പോവുള്ളൂ. ഇവിടെ ഒരു വാദ വന്ന് എന്റെ വണ്ടി കയറി. എനിക്ക് തോന്നുന്നില്ല ഇത് എന്നെ കൊണ്ടേ ഇവൻ പോകും. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കയറി സിനിമ കാണും. പേപ്പറൊക്കെ കീറി എറിയണേ എന്റെ വീഞ്ചേട്ടൻ. ദിനേശേട്ടാ, എന്റെ ഭഗവാൻ, ഇങ്ങനത്തെ എവിടെ പോയി കിടക്കുന്നതിന് വല്ല ഓടലും കേറി. ഈ പഞ്ചായത്തിന്റെ ഓട് ഞാൻ നോക്കാല്ലേ, മൊത്തം നോക്കി എവിടെയും ഇല്ല. ഇങ്ങനെ പോടാ, 4 സൈറ്റ് അടിക്കാതെ. ഇടീ, ഞാൻ നിന്റെ ഭർത്താവ് വേണ്ട. ഈ സ്ഥിരമായിട്ട് ഓടുന്നല്ലേ വിളിച്ചിട്ട് പോണത്. എന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ, ഓട്ടോ കയറിയിരുന്നു. നാറിയിട്ടോ ഇന്നും കുടിച്ചിട്ടുണ്ടല്ലേ? കുടിച്ചടി. ആര് കാരണം? നീ കാരണം ഞാൻ കുടിച്ച്. എന്റെ പൊന്നു മനുഷ്യ, കല്യാണം കഴിഞ്ഞ അന്ന് ആദ്യ രാത്രി നിങ്ങൾ എന്നോട് സ്നേഹത്തോടെ കുത്തി 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 ചോദിച്ചപ്പോ അറിയാണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അതും വെച്ചിട്ട് ഇത്രയും കാലം നീക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യ. നിന്റെ സ്ക്രിപ്റ്റ് എനിക്ക് മനസ്സിലായി. ഇനി അവന്റെ സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടാറുണ്ട്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാ നിന്റെ ക്ലൈമാക്സ്. അത് അന്നല്ലേ ക്ലൈമാക്സ്. ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വണ്ടിയിലേക്ക് കയറി നമുക്ക് വീട്ടോട്ട് പോവാം. കേറി. ഓട്ടോ എടാ ഞാൻ വരാടാ. ഓട്ടോ നോക്കട്ടെ, ഞാൻ മാക്സിമം ശ്രമിക്കാം. ഒന്ന് വണ്ടി എടുക്ക വന്നിട്ട്. ശരിടാ, ഞാൻ വിളിക്കാം. അന്തിമുള്ള പൂത്തേ മെല്ലെയൊന്ന് പുൽകാൻ പണ്ടായി കൂടെ വന്നതല്ലേ. കണ്ട നാള് തൊട്ടേ പെണ്ണെ കരളിനുള്ളിലല്ലേ, കനവിലെന്നുമെന്നും എന്റെ ചാരെ വന്നിടില്ലേ. അരമണി കിളുങ്ങണ പുഞ്ചിരിയാലെ കൊഞ്ചിടുന്ന പെണ്ണേ, കിലുകിലകിലുങ്ങണ കാൽക്കൊലുസാലെ കള്ള നോട്ടമെന്തേ. സുമേഷ്, എന്തിവിടാ? എന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. നീ എന്താ ഇവിടെ? ഒരു കുടിയനെ കൊണ്ട് കളയാൻ വന്നതാ. ആ ഓട്ടോ ഇരിക്കുന്ന ആളാണോ? അറിയോ? എന്റെ ഭർത്താവേ വരൂ. നല്ല കാര്യം. അയ്യോ, നിന്റെ ഭർത്താവാണ് വണ്ടി ഇരിക്കുന്നത്. അങ്ങേരെ ഒരു 3 മണി വരെ കിണ്ടി ചോദിച്ചൊരു കഥ പറഞ്ഞ അതിലൊക്കെ നായകൻ ഞാനാണ്. അയ്യോ, നീ പറഞ്ഞോ? ഞാൻ എന്റെ പേര് പറഞ്ഞില്ല. ഞാൻ പേര് പറഞ്ഞില്ല. നിനക്ക് എന്റെ പേര് പറഞ്ഞോ? നിന്റെ പേര് അയ്യാ അറിഞ്ഞൂടെ? അതല്ല, എന്നെ പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഭാഗ്യം പറയണ്ട. പക്ഷേ ഒരു കാര്യം, നമ്മൾ ഒന്നിച്ച് പഠിച്ചിട്ടില്ല, ഞാൻ നിന്നെ കണ്ടിട്ടില്ല, ഞാൻ നിന്നെ തൊട്ടിട്ടില്ല, എനിക്ക് നിന്നെ അറിയില്ല.
ഞാൻ മനസ്സിലാക്കൂലെന്ന് വിചാരിച്ചല്ലേ റെഡി പക എന്റെ പാലെടുത്ത് നീ ഓട്ടോ ചാർജ് കൂടുതൽ വെക്കണല്ലടാ. വീട്ടിൽ കാണുന്ന പൈസ അല്ലാതെ 5 പൈസ തരില്ലടാ. എനിക്ക് പൈസ കൂടുതലാണ്. ചേട്ടാ ഞാൻ പൈസ കൂടുതൽ ചോദിക്കുന്നു, നമുക്ക് വേറെ ഓട്ടോ കയറി പോവാം. വേണ്ട ഈ എന്നെ ഇത്രയും നേരം ഇവിടെ സംരക്ഷിച്ച അവനാണ്. അങ്ങ് വീണ്ടും ആട്ടിൽ തന്നെ പോയാൽ മതി. അന്നെ ചോദിക്കാൻ വിട്ടുപോയി. എന്താ നീ ആ പേര്? എന്റെ പേര് ഉമേഷ്. ഉമേഷാ? സു എന്ന് പറഞ്ഞ ഇൻഷ്യലാണ്. ഇവിടെ ആരെങ്കിലും സൂ നിമിഷോടെ? ഞങ്ങൾ മലയാളത്തിലാണ് ഞങ്ങളെ വീട്ടിലൊക്കെ ഇൻഷ്യൽ ഇടണത്. നിങ്ങളിപ്പോ അതൊന്നും അറിയണ്ട, നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കണം, അത്രയല്ലേ പ്രശ്നമുള്ളൂ. നിങ്ങൾ വണ്ടിക്കകത്ത് കയറും. നിമിഷേ കയറടി. നിമിഷേ എന്താടാ പറഞ്ഞ? നിമിഷേ എന്നാ? ഒരു നിമിഷം പോലും നിൽക്കാതെ കയറാം. എന്റെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പെട്ടെന്ന് കൊറേ നേരം നിർത്തിയിട്ട് കഴിഞ്ഞാലേ ഈ വണ്ടി സെൽഫ് എടുക്കൂല, തള്ളേണ്ടി വരും. ഒരു കാര്യം ചെയ്യ്, ആ കുട്ടിയെ വിളി. തള്ളി മറിക്കാനല്ല പറഞ്ഞ, തള്ളി അനക്കാനാണ് പറഞ്ഞത്. ആരെങ്കിലും തള്ളിയേ പറ്റൂ. തള്ളന്നേ എന്നാ ഞാനും തള്ളാം. നല്ല സ്പീഡിൽ തള്ളണേ. സ്പീഡ് പോരാ, തള്ളു. ജീവിതമൊക്കെ എങ്ങനെ പോണു സുമേഷ്? നിന്റെ ഓട്ടോ ആയി പോയി, അല്ലെങ്കിൽ ഓട്ടോ എടുക്കാൻ ഞാൻ തള്ളി താഴെട്ടേനെ. അതൊക്കെ പോട്ടെ. പണ്ടൊരു മഴ ദിവസം കോളേജിൽ നിന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയത് ഓർമ്മയുണ്ട? എങ്ങനെ മറക്കാനാ? മഴ പെയ്തപ്പോ ഞാൻ ഓടിച്ചൊന്നൊരു വാഴക്കൈ കടിച്ചു മുറിച്ചു. നമ്മൾ രണ്ടും കൂടെ വാഴക്കൈ ഇങ്ങനെ പിടിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് പോയപ്പോ നനഞ്ഞൊലിച്ചു നിന്ന് എന്നെ നീ ഈ ഷോൾ എടുത്ത് തല തോർത്തി തന്നു. മറന്നാ പൊന്നെ നീ? എങ്ങനെ മറക്കും ഞാൻ? മറന്നാ നീ? എങ്ങനെ മറക്കും? മറന്നടക്കള്ള. ഇല്ലടാ. ഇല്ലടാ. ഓടാ ഇല്ലടാ. മറന്നില്ല. നിനക്ക് വല്ല ഗൗരവം ഉണ്ടാ? ഇല്ല. എടാ, മോട്ടോർ വാഹന നിയമപ്രകാരം ഒരുത്തം പുറകിന് തള്ളുമ്പോ ഒരുത്തം ഡ്രൈവർ വണ്ടി സീറ്റ് ഇരിക്കണ്ടേ? അണ്ണ എനിക്ക് വാഹന നിയമപ്രകാരം അറിഞ്ഞൂടാ. ഞാൻ ഓടിക്കാം. ആരെങ്കിലും തള്ളണം. എവിടെ? എന്താ കാര്യം തോന്നുന്നു? ജസ്റ്റ് ഒന്ന് തള്ളണം. സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അയ്യോ, അതിനെ തള്ളാനല്ല, ഓട്ടോ തള്ളിയെടുക്കണ കാര്യമാണ്. ഞാൻ സമയമില്ലാത്തോണ്ടേ, അതുകൊണ്ടാണ്. തള്ളണോ? ഓ, തള്ളണം. ഫസ്റ്റ് ഇട്ട് എടുക്കണേ. ഫസ്റ്റ് ഇട്ട് എങ്ങനെ എടുക്കും? ഞാൻ സെക്കൻഡ് ഇടും. നീ ഒന്ന് തള്ളി അനക്കുമ്പോ ഞാൻ ക്ലച്ച് പതുക്കെ വിടും. അപ്പൊ വണ്ടി സ്റ്റാർട്ടാവും. ഇയാളങ്ങ് ഓടിച്ചാ മതി. എടാ, ഞാൻ പറഞ്ഞ മനോജ്, എത്ര നാളായി കണ്ടിട്ട്. അളിയാ, നിന്നെ ഞാൻ അവിടെ കാണുന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. സുമേഷ്, സുഖം തന്നെ. നമ്മൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ച ആൾക്കാരല്ലേ അളിയ? എത്ര കാലം കണ്ടിട്ട്. നീ ഇപ്പോഴും ഓട്ടോ ഓടിക്കണല്ലേ അളിയ? എന്ത് സുമേഷ് അല്ല, ഞാൻ മനോജ്. ഉമേഷ്, നീ എന്നെ മനസ്സിലായില്ലേ? പോടാ, എനിക്ക് എന്നെ അറിഞ്ഞൂടാ. മനോജ് ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടാക്കാം. മനോജ്, എടാ പോടാ. നിനക്ക് മനസ്സിലായില്ല മനോജ്? മനോജിനെ നിന്നെ എനിക്ക് എന്നോട് മനോജ് സത്യമായിട്ട് നിന്നെ എനിക്ക് അറിഞ്ഞൂടാ. വിഷയം ഉണ്ടാക്കാം, കുടുംബം കലക്കാതെ. പോടാ മനോജ്, പോ. എടാ പോടാ. പിടികിട്ടി. അയ്യോ, നിമിഷ. എന്റെ പൊന്നു മനോജേ, ഞാൻ നിമിഷയല്ല. നമ്മൾ ഒന്നിച്ച് പഠിച്ചതുമില്ല. ഒന്നും പറയണ്ട, നിങ്ങളാണ് ഇവിടെ കറക്കം. വണ്ടിയിൽ കറക്കം. അല്ല, കല്യാണം കഴിഞ്ഞില്ലേ? എന്നിട്ട് നീ വിടാൻ മിണ്ടായിട്ടാ. പിറയിൽ ആളുണ്ടോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാ. നീ പോടാ, നിന്റെ വഴി. കാര്യം പിടികിട്ടി. ഇപ്പൊ അല്ലേ കാര്യം പിടികിട്ടിയത്? വേണ്ട. അച്ഛാ, അച്ഛനാ? നിമിഷയുടെ അച്ഛനല്ലേ? എനിക്ക് മനസ്സിലായി. രണ്ടുപേരും കൂടെ വണ്ടിയിൽ കറങ്ങിയപ്പം അച്ഛൻ കണ്ടുപിടിച്ച്. എനിക്ക് മനസ്സിലായി. അച്ഛനടുത്ത് ഞാൻ പറയും. ഞാൻ പറഞ്ഞോളാം. ഇതെന്തോന്ന് പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയത്? നിമിഷയുടെ അച്ഛൻ. അച്ഛൻ്റെ അടുത്തൊരു കാര്യം പറയട്ടെ. പറ മക്കളെ. ഇത് രണ്ടുപേരും പണ്ട് ഇഷ്ടത്തിലായിരുന്നു. ആണോ? എന്റെ പുന്നാര മോള് മിണ്ടരുത്. ഞാൻ പറയും കാര്യം. അച്ഛനെ പണ്ട് പേടിച്ചിട്ടാണ് ഇവരെ ഇഷ്ടം പറയാതിരുന്നത്. മനസ്സിലായില്ല? ഇവരുടെ എല്ലാ കുലിശിത പരിപാടികൾക്കും ഞാനാണ് കൂട്ടുന്നത്. ഞാൻ കൂട്ടുന്നിട്ടുണ്ട്. മറന്നുപോയി എല്ലാ കാര്യങ്ങളും. ബാക്കി പറ. അതുകൊണ്ട്
ഇവളുടെ കല്യാണം കഴിഞ്ഞാണെന്ന് അറിയാം. പക്ഷെ എങ്കിലും ഇവളിപ്പോ കറങ്ങി കിടക്കയില്ലേ? എന്തുകൊണ്ടെന്ന് അറിയാമോ? എന്തുകൊണ്ട്? അവളുടെ ഭർത്താവ് നട്ടലില്ല. എന്തിന്? സ്വയം മനസ്സിലാക്കി തന്നേന്. അതുകൊണ്ട് പറയാണ് ഇവരെ ഒന്നിപ്പിക്കണം. അവരെ കളയാം. ഇവരാണ് ഒന്നിക്കേണ്ടത്. സ്നേഹിക്കുന്ന ഒരാൾ ഒന്നിക്കേണ്ടത്. ഒന്നിപ്പിക്കണം. നീ ഒന്നിപ്പിച്ചാൽ ഞാൻ ഒന്നിപ്പിക്കും. കൈയോട് നിങ്ങൾ നീ ഇങ്ങോട്ട് വന്നാണ് ഒന്നിപ്പിക്കോളൂ. ഞാൻ ഒന്നിപ്പിക്കോളാം. ആരെന്ന് മനസ്സിലായ? അത് നിമിഷയുടെ അച്ഛൻ. നിമിഷയുടെ അച്ഛനല്ല, പിന്നെ നിമിഷയുടെ ഭർത്താവാണ്. അന്ന് കേറി അങ്ങ് ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് പ്രാന്താണ്. മെന്റൽ പേഷ്യന്റ് ആണ് ഞാൻ. എന്നാ മിക്ക പറഞ്ഞ പോലെ ഊളം പല കൊണ്ടിടും. ഞാൻ മെന്റൽ പേഷ്യന്റ് ആണ്. പറഞ്ഞ സ്ഥിതിക്ക് നടത്തി കൊടുത്തിട്ട് പോയടാ. എന്തോന്ന് ഈ കല്യാണം നടത്തി കൊടുത്തിട്ട് പോയാ മതി. അല്ല, ഞാൻ വേറെ കാര്യം പറയട്ടാ. എന്ത് കാര്യം? എന്റെ കൂടെ പഠിച്ച സുമേഷിനെ പോലെ ഇരിക്കുന്നു. എന്റെ കൂടെ പഠിച്ച നിമിഷയെ പോലെ ഇരിക്കുന്നു. അവരെ കൂട്ടുകാരനെ പോലെ ഇരിക്കുന്ന മനോജാണ് ഞാൻ. എനിക്ക് പ്രാന്താണ്. ഞാൻ പറഞ്ഞ് വിശ്വസിക്കരുത്. നീ ഒരു ഉടായ്പം പറയട്ടെ. ഇവിടെ നീ തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. എന്നാ വേറൊരു കാര്യം പറയട്ടെ. വേറെ എന്തിന്? ഇതൊരു പ്രാങ്ക് ആയിരുന്നു. പ്രാങ്കാ? ക്യാമറ കണ്ട എവിടെ? തോണ്ടിരിക്കുന്നു. വേണമെങ്കിൽ പ്രാങ്ക് അല്ലേ? എന്നെ പ്രാന്ത് വർദ്ധിച്ച് ഓടിയല്ലേ കാണിച്ചതാ? സത്യം പറ. സത്യം പറയാ. സത്യാവസ്ഥയുണ്ടോ? ഇത് കൊലയ്ക്കും. അണ്ണാ ഞാൻ പറയണം, കേൾക്കണം. പറ വ്യക്തമായിട്ട് പറ. ഞാൻ ഇവരുമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രണയം ഉണ്ടായിരുന്നു. നമ്മൾ ഇഷ്ടത്തിലായിരുന്നു. കല്യാണത്തിന് ശേഷം ഞാൻ ഇവളെ കാണാനോ മിണ്ടാനോ വിളിക്കാനോ വന്നിട്ടില്ല. ഇന്നാണ് സത്യമായിട്ട് കണ്ടത്. ഇവളോട് എനിക്കൊരു ഇഷ്ടവും ഇല്ല. ഉറപ്പാണ്. നീ സത്യം പറ. നീ എന്തിനു വന്നത്? ഞാൻ ബിബിൻ ജോർജ് ചേട്ടന്റെ കൂടുതൽ സിനിമ കാണാനായിട്ട് പോവാൻ. നീ കൂടുതലിന് വന്നതല്ല, വിളുമായിട്ട് ഒത്തുകൂടാൻ വേണ്ടി വന്നത്. അത് ഞാൻ കൈകൂടെ പോക്കി. അയ്യോ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാ പറ്റുള്ളൂ. ഉണ്ടാക്കും. അദ്ദേഹം വന്നൊരു തീരുമാനം ഉണ്ടാക്കൂടെ? ആര്? ഇതിന് കാരണക്കാരനായ ആള് ബിപിൻ ചേട്ടനോ? ആ ബിപിൻ ജോർജ് വന്നിട്ട് ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ടാക്കും. ബിപിൻ ചേട്ടൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു? എന്ത് ചെയ്യുന്നു? ഒരു ചെയ്യില്ല. ഒരു സിനിമയ്ക്ക് ക്ലൈമാക്സ് ചെയ്ത് ഉണ്ടാക്കണല്ലേ? പുള്ളി വരട്ടെ, പുള്ളി ഒന്ന് ക്ലൈമാക്സ് ഉണ്ടാക്കട്ടെ. അല്ല, ബിബിൻ ജോർജ് ചേട്ടൻ പറയേണ്ട ആവശ്യമില്ല. ബിപിൻ ചേട്ടൻ നമ്മളെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പാവം മനുഷ്യൻ. ഈ കുടുംബകലം പ്ലീസ്. അല്ലാതെ അവസാനം ഉണ്ടാവില്ല. അന്തിമില്ല. പാട്ടിടലേ ഞാൻ പ്രേമിക്കും. ചേട്ടന്റെ പ്രശ്നം എന്ന് പറഞ്ഞത് വൈഫിനെ സംശയമാണ് അല്ലേ? ഇതിന്റെ ഒക്കെ പ്രശ്നം എന്താണെന്നറിയാമോ? ചേട്ടൻ എപ്പോഴാണ് ഇതൊക്കെ ഓർക്കുന്നത്? മദ്യപിക്കുമ്പോഴാണ്. അത് ശരിയാ ആണല്ലോ. ഇടയ്ക്ക് 2 ദിവസം അടിക്കുക ഓർത്തില്ല. അത്രേ ഉള്ളൂ. അപ്പൊ മദ്യപിക്കാതിരുന്നാൽ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. സുമേഷിനെ ഓർക്കൂല. പിന്നെ ഓർക്കായിരുന്നു. അത് correct ആണ്. ആണ്. അപ്പൊ ഇന്നോട്ട് ഞാൻ ബള്ളോടി നിർത്തി. സോ ഹാപ്പി. ഒരുപാട് താങ്ക്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഫാനാണ് ഞാൻ. അതെ. എക്സ്ക്യൂസ് മീ, അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ ബിപിൻ ജോർജ് എന്നല്ലാതെ സുമേഷ് എന്നൊരു പേരില്ലേ നിനക്ക്? ഉണ്ടോ ഇല്ല അതുകൂടെ അറിയണം. എനിക്ക് ബിപിൻ ജോർജ് എന്ന് പേരുള്ളൂ. ആണോ? ഉറപ്പാണ്. ആണോ? എന്നാ സന്തോഷമായിട്ട് വെക്കോ. നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് കൂടുതൽ സിനിമ കണ്ടിട്ട് വരാം. അപ്പൊ നമുക്ക് ഈ സിനിമ അടിച്ച് പൊളിച്ച് കാണാം. വളരെ സൂപ്പർ ഹിറ്റ് ആവട്ടെ. അപ്പൊ സന്തോഷമായിട്ട് വെക്കും. സന്തോഷം. ഫ്രൂട്ട്സില്ലെങ്കിൽ എന്റെ തലയിൽ ഇരുന്നേ. കൊണ്ടോ വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്താണ്? നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിമാരുണ്ട്, ഒപ്പം തന്നെ നമ്മുടെ കുടൽ ടീം. ഹലോ റിയ. ഹായ് റിയ. ഫസ്റ്റ് മൂവിയാണോ റിയന്റെ? ലീഡിങ് ചെയ്യുന്ന ക്യാരക്ടർ ചെയ്യുന്ന ഫസ്റ്റ് മൂവിയാണ്. അതും ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ ഹീറോയിന്റെ കൂടെ ചെയ്യുന്ന ആദ്യത്തെ മൂവിയാണ്. ഇത്രയും വലിയ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ അല്ല അഖിലേ ആദ്യമായിട്ടാ ഒരാൾ അംഗീകരിക്കുന്നത്. ബിപിൻ ചേട്ടൻ്റെ ഞങ്ങളോടുള്ള എന്താ പറയാ, ആക്ടിംഗ് ഒക്കെ വളരെയധികം ഞങ്ങൾക്ക് നന്നായിട്ട്
പഠിപ്പിച്ചൊക്കെ തന്നിട്ട് act ചെയ്യിപ്പിച്ചിട്ടുണ്ട് ശരിക്കും. ആണെങ്കിലേടാ ഇടക്ക് വെച്ച് നിർത്തുന്നടാ ചേട്ടൻ ഞങ്ങളോട് ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ് എനിക്ക് ഇപ്പഴേ വായിക്കാം. ചേട്ടൻ നിങ്ങളോട് ചെയ്തത് എന്ത് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അറിയാണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയും ചെയ്തു. അതിന് ഫുൾ ഒരു വലിയ എത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലമാണ് പറയുമ്പോ ഫുള്ള് തീർച്ചയായിട്ടും. വിപിൻ ചേട്ടനല്ലേ നമുക്കറിയാം. അത്രയും സപ്പോർട്ടായിരുന്നു നമുക്ക് ചെയ്യുമ്പോഴൊക്കെ. സൂപ്പർ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നൊരു ട്രിപ്പ് പോലെ നല്ല ഫണ്ണായിട്ട് ഒരു സ്കിറ്റ് നമുക്ക് കാണാം. പക്ഷെ ട്രിപ്പ് പോകാൻ പറ്റിയ അത്ര ആംബിയൻസ് അല്ല ഞാൻ ഈ കാണുന്നത്. ഞാൻ ഈ സൈഡ് മാത്രമേ നോക്കിയുള്ളൂ. ഹലോ, എന്നാ ഉണ്ട് ലിസി വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അയ്യോടാ, നല്ല സുഖമാണോ? ഇപ്പൊ എപ്പിസോഡൊക്കെ വന്നതിന് ശേഷം എല്ലാരും നല്ലതാണോ പറയുന്നത്? നല്ല അഭിപ്രായം. അപ്പൊ ഇനി നമ്മൾ ഇന്നിപ്പോ ഇത് ആരും പുതിയ ഒരാളാണല്ലോ വന്നേക്കുന്നേ. ഓ, അത് ഞങ്ങളെ മലപ്പുറത്ത് നിന്ന് ഇറക്കിയതാ. ഗ്രേസി. മലപ്പുറം കത്തി. ശരി, അത് വിട്ടേക്ക്. നമുക്ക് ഇവരുടെ സ്കിറ്റിനുള്ള ബാറ്ററി അങ്ങ് ചാർജ് ചെയ്യാം. ബാറ്ററി ഓൺ ആയിക്കോട്ടെ. ഓണായോ? യെസ്, ബാറ്ററി ഓൺ ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചേച്ചിമാര് 3 പേരും കൂടെ സ്കിറ്റ് ഗംഭീരാക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സീരിയസ് ഓഫീസർ. എന്റെ ദൈവമേ, ഈ ആശുപത്രി എന്തെല്ലാം ജോലിയുള്ളതാ, എന്നിട്ട് എനിക്ക് കിട്ടിയതാ ഈ മോർച്ചറിയിലെ സെക്യൂരിറ്റി. എനിക്കവിടെ ഭയങ്കര പേടിയാണെന്ന്. ഈ ഇവിടെ ഓരോന്ന് കിടക്കുന്നത് കാണുമ്പോ പേടിയാ. കൂട്ടിനാരെങ്കിലും വിളിച്ചാലോ? എന്നാൽ എന്റെ ഭർത്താവിനെ വിളിക്കാം. അത് വേണ്ട, വേറൊരു ചവം കൂടി ഇങ്ങോട്ട് വേണ്ട. സൂസിയെ വിളിക്കാം. ഹലോ ഹലോ. എടി, നീ മോർച്ചറിയുടെ മുമ്പിൽ വരെ ഒന്ന് വരാവോടി? എടി, എനിക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ പേഷ്യന്റിന് ട്രിപ്പ് കൊടുക്കുവാടി. സൂസി, നിനക്കൊരു കാര്യം അറിയണോ? ആ ലിസി ഒരു ഡ്രൈവറും കൂടെ ഇല്ലേടി. എടി, നീ അത് ഫോണിൽ കൂടെ പറയില്ലടി. ഞാൻ വന്നിട്ട് നേരിട്ട് പറഞ്ഞാ മതി. എന്നാലല്ലേ കേൾക്കാൻ രസമുള്ളൂ. അല്ലടി പറഞ്ഞത് ആർക്കോ ട്രിപ്പ് കൊടുക്കാനുണ്ടെന്ന്. എടി, അത് സാരമില്ലടി. അത് ഞാൻ അവിടെ വന്നിട്ട് അവന്റെ കൈ കൊടുത്ത് വീട്ടിൽ വിട്ടോളാടി. ലിസിയും ഡ്രൈവറും കൂടെ എന്നാടി പറഞ്ഞ നീ? അതാണോ? എടി, അവര് രണ്ടുപേരും കൂടി ഒരു രോഗിയെ അകത്തോട്ട് തള്ളിക്കൊണ്ട് പോകുന്ന കണ്ടത്. അത് പറയാനാണോടി നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി? അത് നിനക്ക് ഫോണിൽ പറഞ്ഞാ പോരായിരുന്നോ? ഇങ്ങോട്ട് വന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എടി, നിന്നോട് ആ സാവു ഡോക്ടർ എന്നടി ചോദിച്ചത്? ഒരു ഉമ്മ നീ കൊടുത്തോ? ഞാൻ കൊടുത്തില്ല. അയ്യോ, എന്നോടായിരുന്നു. ഒരുമ്മയ്ക്ക് പകരം 100 ഉമ്മ ഞാൻ കൊടുത്തേനെ. നീ 90 എണ്ണം കൊടുത്താ മതി. ഒരെണ്ണം ഞാൻ കൊടുത്തടി. ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. എടി, ആ ലിസിക്ക് ഷോക്ക് അടിച്ചെന്നോ ആ സാവു ഡോക്ടർ രക്ഷിച്ചെന്നോ എല്ലാം കേട്ടല്ലോ. അത് നേരാണോടി? അയ്യോ, അത് നേരാടി. ഞാൻ 7ാം നില ചെല്ലുമ്പോ ഉണ്ട് സാബു ഡോക്ടർ ഷോക്ക് അടിച്ച ലിസിക്ക് കൃത്രിമ ശ്വാസം കൊടുക്കുന്നത് ഞാൻ കണ്ടടി. എടി, ആ 7ാം നിലയല്ലോ? ആ 7ാം നിലയില്. എടി, അതിനവിടെ വയറിങ് പോലും ചെയ്തിട്ടില്ല. പിന്നെങ്ങനാടി അവക്ക് ഷോക്ക് അടിക്കുന്നത്? എടി, വയറിങ് ചെയ്തോ ഇല്ലയോന്ന് നീ എനിക്കറിയാൻ മേല. ഞാൻ ചെന്നപ്പോ കൃത്രിമ ശ്വാസം ലിസിക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടതാടി. എന്റെ ദൈവമേ, ഇന്നലെ വന്ന അവിടെ ഒരു ഭാഗ്യം കേട്ടോ. എടി, ഞാൻ ഇന്ന് 7ാം നില പോവുകയും ചെയ്യും, ഷോക്ക് അടിക്കുകയും ചെയ്യും. നിനക്കുണ്ടല്ലോ ചിന്നമ്മേ, കൃത്രിമ ശ്വാസം കിട്ടത്തില്ല. നിന്റെ തലക്ക് ഇരുമ്പ് പടിക്ക് അടിയെ കിട്ടുള്ളടി നിനക്ക്. എന്നതായി പറയുന്നേ? ഒന്നും കേക്കത്തില്ലല്ലോ. എന്നതാണ് നിങ്ങൾ ഇവിടെ നുണ പറയുന്നത്? ഞങ്ങളൊരു നുണയും പറഞ്ഞില്ല. ഞങ്ങൾ എന്നാ പറയുന്നത് കേക്കാൻ നീ ആ മരത്തിന്റെ ചോട്ടി നീർഗടിയും കൊണ്ട് പാത്തിരിക്കുകയായിരുന്നല്ലേ? എന്റെ കുറ്റം പറയുന്നത് എനിക്ക് കേക്കട്ടെ. അതാ പറഞ്ഞത്. എന്തെങ്കിലും പറയാനുണ്ടെ ഉറക്കെ പറയണോന്ന്. എടി, എന്നതാടി നിങ്ങൾ പറഞ്ഞത്? ഞങ്ങളൊന്നും പറഞ്ഞില്ല. എടി പറയടി. ഞങ്ങൾ നിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയുമായിരുന്നു. എന്നെ അങ്ങ് കൊല്ല്. നിന്റെ ശവം ഞാൻ ഈ മോർച്ചറി വെക്കുകയല്ലടി. നീ വെക്കണ്ടടി. എടി, നീ 8ാം വാർഡിൽ പോയിട്ടേ ഒരു പയ്യനായിട്ട് ഇങ്ങനെ കുശുകുശുക്കുകയും കൊഞ്ചുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോടി. അതാണോ? അതുണ്ടല്ലോ, ഓപ്പറേഷന് മുമ്പേ ഉണ്ടല്ലോ അവനെ ഒന്ന് മയക്കണോന്ന് ആ സാബു ഡോക്ടർ എന്നോട് പറഞ്ഞു. മയക്കുമായിരുന്നു. എനിക്ക് നേഴ്സായാ മതിയേ, ഈ സെക്യൂരിറ്റി പണി വേണ്ടേ.
സൂസി ഒരു കാര്യം കൂടെ, നിന്റെ അയലോക്കത്തുനിന്ന് വന്ന ഒരു ചേട്ടനില്ലേ, ഹാർട്ടിന് ഏതാണ്ട് പ്രോബ്ലം ആയിട്ട്, അതിന്റെ കാര്യം എന്നായി മോളെ? അയാൾക്ക് ബ്ലോക്ക് ആയിരുന്നു, ബൈപ്പാസ് ചെയ്തു. ബ്ലോക്ക് ആണേ ബൈപ്പാസ് കേറണ്ട കാര്യം ഉണ്ടോടി, NH വഴി പോയാ മതിയില്ലേ? എന്റെ ചിന്നമ്മേ, സാബ് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത കാര്യം ഈ പറഞ്ഞത്. സാവു ഡോക്ടറാണോ ചെയ്തത്? എന്നാ നാളെ ഒരു ശവം കൂടി ഇതിനകത്ത് വരും. ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ള ഞങ്ങൾ പോവാണ്. അവിടെ നിക്കടി, എനിക്ക് പേടിയാടി. എന്തിനാടി നീ ഈ പേടിക്കുന്നത്? എടി എനിക്ക് ഭയങ്കര പേടിയാടി ഇവിടെ നിക്കാന്. എന്റെ പൊന്നു ചിന്നമ്മ, നീ പ്രേതത്തെ ഒന്നും പേടിക്കണ്ടടി. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ പേടിച്ചാ മതി അല്ലേ? അതെ. മിണ്ടാതെ, ഒരു ശബ്ദം കേട്ടില്ലേ? എവിടുന്ന്? അവിടെ ഒരു ശബ്ദം കേട്ടി, ഒരു രൂപം കണ്ടോടി. നിനക്ക് തോന്നുന്നതാടി? എടി അതൊരു പ്രേതമല്ലടി, അതെന്നെ പിടിക്കുവടി. എന്റെ ചിന്നമ്മേ, ഒരു മനുഷ്യൻ പോലും നിന്നെ പിടിക്കത്തില്ല, പിന്നെ എങ്ങനാടി നിന്നെ പ്രേതം പിടിക്കുന്നത്? അതിങ്ങോട്ട് വരുന്നടി. എവിടെ? അത് പിടിക്കുവടി എന്നെ. എവിടെ? അതെന്നെ പിടിച്ചടി. ശരിക്കും ഇവിടെ പ്രേതം വന്നിട്ടുണ്ടോടി? എടി, ഇവിടെ ഈ കാട്ടായം കണ്ട ഏതെങ്കിലും പ്രേതം ഇവിടെ അടുത്തോട്ട് വരുവോടി? അത് പേടിച്ചോടത്തില്ലേടി? ഇവിടെ കാണിക്കുന്ന കണ്ടിട്ട് എനിക്ക് മുള്ളാൻ മുട്ടുന്നടി. നിനക്ക് മുള്ളാൻ മെട്ടിയതല്ലേയുള്ളൂ. ഇവിടെ തന്നെയാടി പ്രേതം. ഓടിക്കോടി. പേടിക്കണ്ട, പേടിക്കാതിരിക്കാൻ മോതിരം. പേടിയില്ലാത്ത 2 മുതലുകളായി ഓടിയത് ഈ ചിന്നമ്മയോടാ കളി. നമസ്കാരം. നമസ്കാരം. നല്ല സീറ്റായിരുന്നു കേട്ടോ. താങ്ക് യു. ചേച്ചിമാരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. എന്റെ പേര് ഗ്രേസി. ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നു. കോമഡി മാസ്റ്റേഴ്സിൽ വരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒത്തിരി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഒരു കൊല്ലത്തോളം ആയിട്ട്. ഏതായാലും എനിക്ക് അതിന് അവസരം കിട്ടി. ഒത്തിരി നന്ദി. ഞാന് ഇതിൽ പോരുന്നതിനപ്പം എല്ലാരോടും പറഞ്ഞു ഞാനിങ്ങനെ മിക്കവാറും പോകും. അപ്പം ഞാൻ ഈ പള്ളിയിൽ ഒരു ട്രസ്റ്റ് മീറ്റിംഗും ട്രസ്റ്റിലൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞു, നീ പോയി കഴിഞ്ഞ ഈ മീറ്റിംഗ് പങ്കെടുത്തില്ലേ 3 മാസം കഴിഞ്ഞാൽ നിന്നെ നിങ്ങൾ ഔട്ടാക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനൊന്നും ചെയ്യല്ലേ, നിങ്ങൾക്ക് എന്റെ പ്രോഗ്രാം കാണാൻ പറ്റും. അതുകൊണ്ട് നല്ലതല്ലേ, ഒരു നിലമ്പൂരിൽ നിന്ന് ഒരാടെ പ്രോഗ്രാം അമൃത TV കാണുന്നത് നല്ലതല്ലേ, അതുകൊണ്ട് തന്നെ ഒഴിവാക്കല്ലെന്ന് പറഞ്ഞു. അപ്പൊ പള്ളിയിലെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഗ്രേസേജി ധൈര്യമായിട്ട് പൊക്കെ, ഒരുത്തന്മാരും ഒഴിവാക്കുകയല്ലെന്ന്. അച്ഛനും അവിടെയുള്ള എല്ലാവർക്കും മക്കൾ എന്നാന്നറിയോ? ഇല്ല, മമ്മിക്ക് സുഖമില്ലല്ലോ എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ സുഖമില്ലെന്നാടാ പറയുന്നത്? വീട്ടില് 100 പേര് വന്നാ ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം, മമ്മിയുടെ ഭക്ഷണം മാത്രം മതി, വേറെ മേടിക്കുന്ന അവർക്ക് ഇഷ്ടമില്ല, അതെന്നെ കൊണ്ട് ഉണ്ടാക്കിക്കും. ഞാൻ പുറത്തോട്ട് ഒരു സ്കിറ്റ് കളിക്കാനോ പള്ളിയിലെ ആവശ്യത്തിന് ഇറങ്ങിയ മമ്മിക്ക് വയ്യാത്തല്ലേ, വേലും കൊണ്ട് നടക്കണോന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയുവേ, നിങ്ങൾക്ക് വീട്ടിൽ കിടന്ന് എത്ര പണിയെടുത്താലും അമ്മയ്ക്ക് ഒരു വേദനയില്ല, വിഷമം. ഞാൻ പുറത്തോട്ട് ഇറങ്ങി എനിക്ക് വേദനയും വിഷമം അത് ഞാൻ സഹിച്ചോളാട്ടോ മക്കളെ, അതുകൊണ്ട് എന്നെ തടയാൻ നിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങി പോകുന്നു. പക്രു ചേട്ടനെ കാണണമെന്ന് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ അതൊന്ന് സാധിച്ച്, അതിന് നന്ദിയുണ്ട്. അല്ല, അവിടെ നിന്ന് ഇവിടെ നോക്കിയിട്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? സന്തോഷമുണ്ട്. 3 വരുന്ന കേട്ടോ. എത്രത്തോളം ബാറ്ററി ചാർജ് കയറിയിട്ടുണ്ടെന്ന് നോക്കിയാലോ? അയ്യോ, അത് നോക്കണ്ടേ? അത് നോക്കണം. ഇത്ര ചിരിച്ചാ മതിയോ? ഗ്രേസമ്മ നമുക്ക് നോക്കിയാലോ? പുറകോശത്ത് അതെ, അവിടെ നോക്കിക്കോ. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി താളത്തിൽ ഞാൻ എന്നാ ഇന്നും കരയുവോ? ഇല്ല കാര്യം. അടുത്ത 2ാമത്തെ സ്റ്റേജ് വന്നപ്പോ വെച്ചിട്ട് കയറ്റമായില്ലേ? സന്തോഷായില്ലേ? സന്തോഷായി. 11,000 rupees ആണ് നിങ്ങളുടെ ടീമിന് ലഭിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഇനി എന്റെ ആഗ്രഹങ്ങൾ എന്നൊക്കെയുണ്ട്, പറയെല്ലാം ഞാൻ സാധിച്ചു തരാം. അതെ, ഒരു ഹഗ് വേണമായിരുന്നു. അതിനെന്നാ എന്റെ പോന്നെ. ഞാൻ കുഴപ്പമില്ല, എന്റെ ഗ്രേസ് അമ്മയ്ക്ക് എന്റെ ഒരു ഹഗ് വേണമെന്ന്. ഇതും വേണം, പക്ഷെ ഞങ്ങൾക്ക് ഇതിലും പ്രധാനപ്പെട്ടത് വേറെ ഒന്നാ. ഞാൻ വെറുതെ ഒരു ആഗ്രഹം. ഞങ്ങൾക്ക് അല്ല, അത് കേട്ടോണേ. എങ്ങനെ? എന്റെ മോനെ പോലെ, ബിബിൻ ജോർജിന്റെ മോനെ പോലെ. ആ മോന്റെ മോന്റെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. മോനെ, അമ്മമാർക്ക് ഒരു ഹഗ് വേണം. അമ്മച്ചിമാരുടെ ആഗ്രഹം. ചന്തമേറയല്ലേ മെല്ലെയൊന്ന് പുൽകാൻ കൊണ്ടാൽ കൂടെ വന്നത് ഇഷ്ടടാ. അല്ല, ഇതില് വേറൊരു കണക്ഷൻ ഉണ്ട്. ലിസി എന്നല്ലേ പേര്? അതെ, മകനെ പോലെ എന്ന് പറഞ്ഞില്ലേ? എന്റെ അമ്മച്ചിയുടെ പേര് ലിസി. അതറിയായിരുന്നോ? ചേച്ചിക്ക് അറിയായിരുന്നോ?
ഇല്ല. ചേട്ടൻ അമ്മയുടെ പേര് ഇല്ല ഇല്ല ഇല്ല. ആ ഭയങ്കര സന്തോഷം. നിങ്ങളെപ്പോലുള്ള ഒരു വരുമ്പോഴാണ് നമുക്ക് സന്തോഷം. ആ പൈസ കിട്ടിയിട്ട് വേണം നമുക്ക് സിനിമ കാണാമോ? വേണ്ട. അതെ. കോമഡി മാസ്റ്റേഴ്സിന്റെ പേയ്മെന്റ് അയച്ചേക്കാം നമുക്ക് 11,000 രൂപ നമ്മുടെ ചേച്ചിമാർക്ക്. അതെ. ക്രെഡിറ്റ് ആയോ? അതിന് പക്രുചേട്ടൻ അയക്കുന്നത്. ക്രെഡിറ്റ് ആയി. ശരി, അപ്പൊ എന്തായാലും വിത്ത് ദിസ് നമുക്കൊരു ബ്രേക്ക് എടുത്താലോ? ഓക്കെ. അയ്യോ എനിക്ക് സ്കൂളിൽ പോകണ്ടേ. അയ്യോടാ മോനെ മക്കളെ കരയല്ലേ, മോനെ കരയല്ലേടാ, ചീത്ത പിള്ളേരെ കരയുന്നേ. അമ്മ എങ്ങും പോവത്തില്ല, ഇവിടെ നിക്ക. മോൻ കരയല്ലേടാ, കരയല്ലേ മോനെ. ചേച്ചി എഴുന്നേച്ചേ ചേച്ചി. അമ്മമാര് കുറച്ച് ബോൾഡ് ആവണ്ടേ. ചേച്ചി കരയല്ലേ കേട്ടോ, കരയല്ലേ ചേച്ചി. ഇത് സത്യം പറഞ്ഞ സ്കൂളാണോ അതോ വല്ല മരണ വീടാണോ? ഞാൻ ഇവിടുത്തെ ടീച്ചറാ, വളരെ ബോർഡായിട്ടുള്ള ടീച്ചറാ. പിന്നെ ഡിസ്പ്ലേ ഇല്ലാത്ത ഒരെണ്ണത്തിനും ഞാൻ ക്ലാസ്സിൽ വെച്ചേക്കത്തില്ല. ഡിസ്പ്ലേയോ? ഓ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ? അയ്യോ എന്താ അതിന്റെ മലയാളം വാക്ക് അറിയത്തില്ലല്ലോ. അച്ചടക്കം, ഡിസിപ്ലിൻ. എന്റെ കുഞ്ഞിന്റെ ഭാവി മോനല്ല ടീച്ചറെ. ഞാൻ ആ മോഹൻലാലിന്റെ അമ്മയാ. അറിഞ്ഞില്ല? മലയാളത്തിന്റെ മഹാനടന് ജന്മം നൽകിയ പുണ്യമേ. തുടരും ഞാൻ എത്ര തവണ കണ്ടെന്നറിയാവോ? മോനോട് പോയി പറയണം കേട്ടോ. എന്റെ പൊന്നു ടീച്ചറെ, ആ മോഹൻലാൽ അല്ല. പിന്നെ ആ 1ാം ക്ലാസ്സിൽ നിക്കട്ടോണ്ടിരിക്കുന്ന മോഹൻലാലില്ലേ, ആ മോഹൻലാലിന്റെ അമ്മയാ ഞാൻ. എന്റെ ഭർത്താവ് ഈ മോഹൻലാലിന്റെ സിനിമ കണ്ട് അങ്ങനെയല്ലേ ആ പേരിട്ടത്. നിങ്ങളാരാ? ഞാൻ സണ്ണി ലിയോണിന്റെ അമ്മയാണ്. അപ്പൊ നിങ്ങളുടെ ഭർത്താവ് ഏത് വീഡിയോ കാണുന്നെന്ന് ഇപ്പൊ മനസ്സിലായി. ഞാനൊരു കാര്യം പറയാം, പുതിയ രക്ഷകർത്താക്കൾ അറിയാൻ വേണ്ടിട്ട് ഞാൻ പറയുക. ഇവിടെ പ്രത്യേകം കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ചോറ് കൊണ്ടുണ്ടേ? എന്താ ടീച്ചർ പറഞ്ഞ കരിക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത്? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ടെന്ന്. ഓ അത് പറ. മോഹൻലാൽ നന്നായിട്ട് ഡാൻസ് കളിക്കണം ടീച്ചറെ. നിങ്ങൾ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാം മോഹൻലാൽ നന്നായിട്ട് ഡാൻസ് കളിക്കുമെന്ന്. നല്ല ടീച്ചറെ, ടീച്ചറിന്റെ പേരെന്നാ? എന്റെ പേര് സിമീന. കറക്റ്റ് ആയിട്ടുള്ള പേര് ക്രീമീന്ന് ഇടണം. കണ്ടില്ലേ കടന്ന് പൊളക്കുന്നേ. അല്ല ടീച്ചർ എന്നാ എടുക്കും? കൈ കിട്ടിയാൽ ഞാൻ എന്തും എടുക്കും. പക്ഷെ ആ പ്രിൻസിപ്പൾ വന്ന് അതേപോലെ അങ്ങ് തിരിച്ചു വെക്കുകയും ചെയ്യും. അയ്യോ അതല്ല ടീച്ചറെ, എന്താ വിഷയം? അയ്യോ അത് നിങ്ങൾ അറിഞ്ഞോ? ആ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അത് ഞാനും ആ ബാബു സാറുമായിട്ടുള്ള ആ പ്രേമവും. എന്റെ പൊന്നു ടീച്ചർ അതല്ല, പിന്നെ ടീച്ചർ എന്താ പഠിപ്പിക്കുന്നേന്ന് ഞാൻ ഇത്രയും കിടന്ന് കാണിച്ചിട്ട് മനസ്സിലായില്ലേ? ഞാനൊരു ബയോളജി ടീച്ചറാ അല്ലേ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ എവിടെ വരെ പഠിച്ചു? ടീച്ചറെ ഞാൻ ഒത്തിരിയൊന്നും പഠിച്ചിട്ടില്ല. എന്റെ മോളെ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കണം ടീച്ചറെ. ഇങ്ങനെ കരയാതിരിക്കുക. പഠിക്കാത്തതിന് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഞാനൊക്കെ എന്തോരം കരയണം കിടന്ന്. ടീച്ചറെ എനിക്ക് പഠിച്ചൊരു സർക്കാർ ജോലി മേടിക്കണമെന്നായിരുന്നു ആഗ്രഹം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സർക്കാർ ജോലി കിട്ടുമെന്നേ. ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, എനിക്ക് സർക്കാർ ജോലി കിട്ടി. പ്രാർത്ഥിച്ചില്ല. ടീച്ചർ എങ്ങനെയാ പ്രാർത്ഥിച്ചേ? എനിക്ക് ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചോ? എവിടെന്ന്? സർക്കാർ ജോലിയുള്ള എന്റെ അച്ഛൻ പെട്ടെന്നൊന്ന് മരിച്ചു കിട്ടണേ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ഭാഗ്യം ജോലി കിട്ടി. ടീച്ചർ അത് വിടും. എനിക്കൊരാഗ്രഹമുണ്ട്, എന്റെ മോനെ വലിയൊരു സിനിമാക്കാരനാക്കണം. ആ സിനിമയിൽ അവൻ എഴുതണം, സംവിധാനം ചെയ്യണം, പാടണം, അഭിനയിക്കണം. ആ എങ്കിൽ പിന്നെ മോഹൻലാലിന് മാറ്റിയിട്ട് ബിപിൻ ജോർജ് നാക്കിക്കോ ആ പേര്. മോനെ അയാൾ സ്വന്തമായിട്ട് പാട്ട് പാടും, സ്വന്തമായിട്ട് കഥ എഴുതും, അത് അഭിനയിക്കും, എന്തിനാ ഒറ്റയ്ക്ക് പോസ്റ്റർ വരെ ഒട്ടിക്കും സിനിമയുടെ. അപ്പൊ സിനിമ കാണാൻ പോകുന്നോ? അതെല്ലാരും കൂടെ അല്ലേ കാണാൻ പോകുന്നത്? അല്ല ടീച്ചറെ, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, എന്റെ മോളെ ഒരു പൈലറ്റ് ആക്കണം. എന്റെ പൊന്ന് ചേച്ചി, നിങ്ങളുടെ മോള് പൈലറ്റ് ആവും കേട്ടോ. അത് നോക്കിയാണ് ആ പെങ്കൊച്ച് ആ ചെറുക്കനായിട്ട് പറപ്പിക്കുന്നാണ്ട നിങ്ങള്. അയ്യോ എന്റെ മോനെ എല്ലാം പെണ്ണെടുത്തായിട്ട് അടിക്കുന്നേ. എടി നിന്റെ മോളെന്റെ മോനെ അടിക്കുന്നടി. ഇങ്ങനെയാ നോടി പെമ്പുള്ളാരെ വളർത്തുന്നേ. ഓക്കേ ആയോ?
നീ എന്നെ അടിച്ചല്ലേ നിന്റെ മോനെ കൊണ്ട് എന്റെ മോളെ തല്ലിച്ചല്ലേ മോളല്ലേ ചില്ലറ പൈസ അല്ല നിങ്ങൾ എന്തിനാ എന്റെ പുറകെ വരുന്നേ? ചില്ലറ പൈസ തറയെ വീഴുന്ന കണ്ടോണ്ട് വന്നതാ. മാറ്റി ടീച്ചറേ, എന്റെ പൊന്നോ എനിക്കൊന്നും വയ്യ. ആ പിള്ളേർ ഒന്നാമത് പറഞ്ഞ കേക്കത്ത പിള്ളേര്. അതിന് നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? അവരെവിടുന്നാ വരുന്നേ? നിങ്ങളുടെ അടുത്തുനിന്നാണോ? അതെ. പിന്നെ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? അങ്ങനെ ചേച്ചിമാരുടെ ഗംഭീര ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മൾ കണ്ടത്. ഇനി നിങ്ങളുടെ മുഖത്ത് ആർക്കും ഒരു സന്തോഷം കാണുന്നില്ല. എന്റെ ഇതൊക്കെ ഒരു ലോഡ് ടെൻഷൻ ഉള്ള പോലെ ഈ മോഹം. അല്ല, ഈ കോമഡി മാസ്റ്റേഴ്സിലേക്കുള്ള ഇവരുടെ പ്രവേശനോത്സവമായിരുന്നത്. ആദ്യമായിട്ടല്ല. അല്ലല്ല, എന്നെ ഇത്ര ടെൻഷൻ സ്ഥിരം കാണുന്ന പോലെ ഒന്നും എന്ത് പറ്റി? എന്തോ പറ്റിയോ? എനിക്ക് തോന്നുന്നു എന്താ അറിയോ, മറ്റേ പോസ്റ്റർ നീ എനിക്ക് അയച്ചു തന്നില്ലയോ ചേച്ചിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് നാട്ടിലുള്ളത്? അത് കണ്ടില്ലേ? അതൊക്കെ ഞങ്ങള് കണ്ട് ഞങ്ങള് ഷെയർ ചെയ്തായിരുന്നു. അതെ, പോസ്റ്റർ അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അഖിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് എത്തിച്ചു തരുന്നത് കേട്ടോ. അതായത് ഇവരിവിടെ പെർഫോം ചെയ്തതിന് ശേഷം ഇവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റേഴ്സ് ഒക്കെ ഇവരുടെ നാട്ടിൽ വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പോസ്റ്ററാണ് ചേച്ചിയുടെ നമ്മൾ കണ്ടത്. ഒന്ന് കാണിച്ചെന്നേ. അടിപൊളി. സൂപ്പർ സൂപ്പർ. എവിടെ, ഏത് സ്ഥലത്താണ്? കൊല്ലം ആയൂര്. അല്ല, വലിയ സന്തോഷമാണ്. കാരണം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആ കലാകാരിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ആ നാട്ടുകാര് ആരായാലും അങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുക്കാൻ കാണിച്ച അവര് വലിയ മനസ്സിന് പ്രത്യേകം. നല്ല ഉഗ്രൻ ആർട്ടിസ്റ്റ് ആണ്. വെറുതെ ടെൻഷൻ കൊണ്ട് മാത്രം, നമുക്കറിയാം പേടി കൊണ്ട് മാത്രമാണ് മാറിപ്പോയത്. ഉഗ്രൻ ആർട്ടിസ്റ്റാ. വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലൊക്കെ എല്ലാരും എന്നാ പറയുന്നു ഷോ ഒക്കെ കണ്ടതിന് ശേഷം? ഭയങ്കര സന്തോഷം. ആണോ? ആരൊക്കെയുള്ള വീട്ടില്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. പഠിക്കുവാന്നോ അവരൊക്കെ? മോൻ 4 വയസ്സായതേ ഉള്ളു. 4 വയസ്സായതേ ഉള്ളു. അപ്പൊ ഇവിടെ വരുമ്പോ ആരാ കൊച്ചിനെ നോക്കുന്നത്? അമ്മയാണോ? അമ്മ അച്ഛനുണ്ട്. അമ്മ അച്ഛനും നോക്കുന്നുണ്ട്. ശരി. ഹസ്ബൻഡ് എന്ത് ചെയ്യാ? ഹസ്ബൻഡിന് ടൈൽസിന്റെ പണിയായിരുന്നു. പ്രണയവിവാഹമായിരുന്നു. ഒരു ലവ് സ്റ്റോറി കണ്ടോ? അതൊക്കെ വന്നപ്പോ ചിരി വന്നെങ്കിൽ പറ അങ്ങോട്ട് കഥ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു കാണുന്നത് ആളെ. അന്തിമുല്ല ഒന്ന് ബാക്കിങ്ങിൽ വന്നിരുന്നെങ്കിൽ രസം. അന്തിമുല്ല എല്ലായിടത്തും നോക്കേട്ടാ. അതെ, എല്ലാത്തിനും പറ്റും. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു കാണുന്നത്. അച്ഛന്റെ കൂടെ ജോലിക്ക് തന്നെയായിരുന്നു. അപ്പോഴും വീട്ടിൽ വന്നാൽ മിണ്ടത്തില്ല, എന്നെ കണ്ടാൽ മിണ്ടത്തില്ല, ഓട്ടക്കൊണ്ടിട്ട് നോക്കും. അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് +1 കഴിഞ്ഞ സമയത്ത് +2 പോവുക. അപ്പൊ ആ ടൈമില് അച്ഛൻ ഫോൺ കൊണ്ടുപോയില്ല. അച്ഛനൊരു കുഞ്ഞു കീപാഡ് സെറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഫോൺ ബെല്ലടിച്ച് കണ്ടുകൊണ്ട് എടുത്തപ്പോ ആളാ വിളിച്ചത്. എന്നോട് ചോദിക്കാ എന്തോ എടുക്കുക? ഞാൻ പറഞ്ഞ് ഇവിടെ ഇരുന്ന് TV കാണുക എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എനിക്ക് കുറച്ച് നാളുകൊണ്ട് ഒരു കാര്യം പറയാനുണ്ട്, ഞാനൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് വിളിക്കും, ഇയാൾ ഫോൺ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എടുക്കാലോ, എപ്പോഴും വരുന്നതല്ലേ. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പം എന്നെ വീണ്ടും വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്തിനാ ഇങ്ങനെ ഒന്ന് വിളിക്കുന്നയാള്? അപ്പൊ എന്നോട് പറയാ, അതെ ഞാൻ വൈകുന്നേരം പറയാം. ഞാൻ ശരി. വീണ്ടും അപ്പൊ ഒരാഗ്രഹമുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി. പിന്നെ ഇല്ലാതിരിക്കൂ. അങ്ങനെ വിളിച്ച് സംസാരിച്ചു. രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ്, ശാരികയെ എടാ എനിക്ക് ഇയാളെ ഇഷ്ടം കേട്ടോ, ഇയാൾക്ക് എന്നെ ഇഷ്ടമാണോ? അപ്പോഴും ഞാൻ വെച്ച് ഇച്ചിരി ഗമ അടിക്കാന്ന് കരുതി. ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമല്ല. എല്ലാ പെണ്ണുങ്ങൾക്കും ഇവർ ആദ്യം പറയുള്ളൂ. ഞങ്ങളുടെ ഇഷ്ടമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് പുറകെ നടക്കണം. പുറകെ നടന്ന് പക്ഷേ ഇഷ്ടപ്പെടുത്തി എടുത്തു കഴിയുമ്പോ നമുക്ക് ഇഷ്ടമുണ്ടാവും. നോക്കട്ടെ. എന്നിട്ട് അപ്പോഴത്തേക്കും കരഞ്ഞു കേട്ടോ അവിടുന്ന്. ഭയങ്കര വിഷമമായി പോയി കരയുന്നപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞതിന് ശേഷം നാളെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പോഴും ഞാൻ +2 പഠിക്കുക. ഞാൻ പറഞ്ഞു ശരി കാണാം. ഞങ്ങളുടെ സ്കൂൾ ഇവിടെയാണ്, റോഡ് ഇവിടെ, അതിന്റെ തൊട്ടിപ്പുറത്തൊരു അമ്പലമുണ്ട്. കാണാൻ വേണ്ടി മാത്രം ഞാൻ അന്ന് അമ്പലത്തിൽ പോയി. അപ്പൊ മഴയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കരയണ്ട, എനിക്ക് ഇഷ്ടം കേട്ടോ. ഒരു കൊടക്കീഴിലാണോ? കൊടയൊന്നുമില്ല, സ്കൂളിന്റെ വാരാന്തയിലായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഇഷ്ടമോ? അപ്പൊ എന്റെ തന്നെ എങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞു. അവിടെ ഒരു അമ്പലമുണ്ട്, ഗുഹാക്ഷേത്രം എന്ന് പറയും. അവിടെ പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റൂന്ന് പറഞ്ഞു. രണ്ടുപേരുടെ അവിടെ ചെന്നിട്ട് പേരൊക്കെ എഴുതി വെച്ചു, തിരിച്ചു വന്ന്. പിന്നെ ഡെയിലി ഫോൺ വിളിയാ. വെളുപ്പിന് 3 മണിക്കൊക്കെ ഞങ്ങള് ഡെഡിക്കേഷൻ. പറഞ്ഞോ മോള് പറഞ്ഞോ. ഒടുവിൽ എന്റെ വീട്ടിലറിഞ്ഞായിരുന്നു.
അപ്പൊ വീട്ടിലറിഞ്ഞ ആകെ പ്രശ്നമായി. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചോദിച്ചു. ആ ശരി, ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു. ഫസ്റ്റിലെ ബൈക്കും കൊണ്ടുവന്ന് ഞങ്ങൾ പോയി, ഞങ്ങളെ പോലീസ് പിടിച്ച്. ഞാൻ പറഞ്ഞില്ലേ കേസായി. തിരിച്ച് വീട്ടിൽ പറഞ്ഞു വിട്ട് രണ്ടെണ്ണത്തിന് പ്രായമില്ലായിരുന്നു, പ്രായം കുറവായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് പിന്നെ കാണാനോ മിണ്ടാനോ ഒന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെ വീണ്ടും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു വീട്ടിലാരുമില്ല, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചോദിച്ചു. പോവാനല്ല, കറങ്ങാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഞങ്ങൾക്കൊരു സ്ഥലം കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ തിരുവനന്തപുരത്തോട്ടൊന്നും അങ്ങോട്ട് പോയിട്ടില്ല, നമ്മുടെ ഇവിടെ കൊല്ലമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു സ്ഥലത്ത് പോവാൻ, പോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവിടെ അപ്പൊ ഭയങ്കര ഒരു കെട്ടിടോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. ഞങ്ങൾ രണ്ടും കൂടെ ബസ് കയറി അവിടെ ചെന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ട് കാണിച്ചു തന്നെ. വരെ ചിന്തിച്ച് കാലഘട്ടം കുറച്ച് ഇതായോട്ടെ അന്ന് ലുലു വന്നിട്ടില്ല. ഞാൻ ബിഗ് ബസ് ആരെങ്കിലും ആയിരിക്കും ഈ ഫോട്ടോ ഒരു കാമല്യ കോംപ്ലക്സ് എങ്കിലും ഞാൻ അത്രയെങ്കിലും പ്രതീക്ഷിച്ചു. എന്നിട്ട് അന്ന് ഞങ്ങളൊരു 10 മണിയൊക്കെ ആയിട്ട് ചെന്ന് 4 മണി വരെ ആ മെഡിക്കൽ കോളേജ് മൊത്തം എന്നെ ഇട്ട് ചുറ്റി. അവിടുന്ന് ചോറൊക്കെ മേടിച്ച് കഴിച്ച് അവിടെ പൊതിച്ചോറുണ്ട് അത് മേടിച്ചു കൊടുത്തു. അതൊക്കെ മേടിച്ച് കഴിച്ച് തിരിച്ചു കഴിഞ്ഞ് പോരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പിന്നെയും പ്രശ്നം. രണ്ടാമത് ഞങ്ങൾ വിളിച്ചോടി വീണ്ടും. അപ്പം വീട്ടിലൊക്കെ അറിഞ്ഞ് ആകെ പ്രശ്നമായി പോയി. എല്ലാവരും അറിഞ്ഞ്, നാട് മൊത്തമൊക്കെ അറിഞ്ഞ്, നാട്ടുകാരൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ആയി. എല്ലാവരും ഇടപെട്ട്. അപ്പം അമ്മയൊക്കെ പറഞ്ഞു ഇനി വേണ്ട, ഇനി അവളെ ഞങ്ങൾക്ക് വേണ്ട, നാണക്കേടായിട്ടില്ലേ, ഇനി വേണ്ട, ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മോളില്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അമ്മയും അച്ഛനൊക്കെ. അങ്ങനെ ഞാനും പിന്നെ ആളെ മതി എന്ന് പറഞ്ഞ് ഞാനും അങ്ങ് നിന്ന്. സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പോകത്തില്ല, ഞാൻ ആളുടെ കൂടെ പോകത്തുള്ളൂ, എനിക്ക് ആള് മതി എന്നും പറഞ്ഞ് ഞാൻ ആളുടെ കൂടെ പോയി. അങ്ങനെ ഞങ്ങള് സുഖ ലൈഫായിരുന്നു. അല്ല 18 വയസ്സായിരുന്നോ? 18 വയസ്സായി. അത് കഴിഞ്ഞിട്ടായിരുന്നു. മാസങ്ങൾ കടന്നു പോയില്ലയോ? മെഡിക്കൽ കോളേജ് ചുറ്റിക്കാണാൻ തന്നെ എടുക്കും 2 കൊല്ലം. അങ്ങനെ അതങ്ങനെ ശുഭം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഞങ്ങള് ഡിവോഴ്സാണ്. ആള് വേറെ കല്യാണം കഴിച്ചു. ഞാനും എൻ്റെ കുഞ്ഞുമായിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ്. ഇപ്പം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരക്കാനും എടുക്കാനും ഒന്നും പോയിട്ടില്ല, വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും പോയിട്ടില്ല. പക്ഷെ എനിക്കൊരു പാഠം കിട്ടി അതിലൂടെ. ഒരാളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടല്ലോ, ആ ചതിക്കുന്ന ഫീലിങ്സും ആ ഒരു വേദനയുണ്ടല്ലോ. ഞാനൊരു 3 മാസത്തോളം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കല്യാണം കഴിഞ്ഞു വേറെ കല്യാണം കഴിഞ്ഞു 2 മക്കളായി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഡിവോഴ്സ് ആകുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രിയിൽ എന്നെ വീഡിയോ കോൾ വിളിച്ച് എന്നെ കാണിച്ചു തന്നു. എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങ് അപ്പുറമായി പോയി. അച്ഛൻ്റെ അമ്മയുടെ വാക്കും കേൾക്കാതെ ഞാൻ ഇറങ്ങി പോയിട്ടാണല്ലോ എനിക്കിത് പറ്റിയെന്നുള്ളൊരു വിഷമം എനിക്ക്. നാട്ടുകാരുടെ കളിയാക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ ദൈവമേ, അമ്മാതിരി കളിയാക്കുമായിരുന്നു എന്നെ കളിയാക്കുന്നത്. നീ എന്ത് കണ്ടിട്ടാ നീ പോയത്, നീ അതില്ലേ ഇതില്ലേ, പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഒരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ അന്ന് എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സേ ഉള്ളായിരുന്നു. ആ കുഞ്ഞിനെ കൊണ്ട് ഞാൻ വീട്ടിൽ വന്നായിരുന്നു. അപ്പം അച്ഛൻ ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം പറ്റത്തില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, പിന്നെ അനിയത്തിയുടെ കല്യാണവും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും കടങ്ങളായി, വീട് ലോണ് വെച്ചു, ആകെ പ്രശ്നമൊക്കെ ആയി. അത് കഴിഞ്ഞ ശേഷം ഞാൻ കരുതി ജോലിക്ക് പോയി തുടങ്ങാം, കുഞ്ഞിനെ കൊണ്ട് തന്നെ കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞിനെ നോക്കണ്ടേ, എത്രയായാലും ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലേ. ഒരാളെ ആളും കൊണ്ടുപോയി, ഒരാളെ എൻ്റെ കയ്യിലും തന്നെ. എനിക്ക് ഒരേ സമയം 2 ദുഃഖം എനിക്ക്. 1 എൻ്റെ കുഞ്ഞു പോയി, 2 എൻ്റെ ഭർത്താവ് പോയി. 2 പേരും അവരവിടെ വിളിക്കും, മോൻ വിളിക്കും, സംസാരിക്കും, ഇപ്പോഴും വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അച്ഛൻ്റെ അമ്മയും പിന്നെ ജോലിക്ക് നിങ്ങളിനി ജോലിക്ക് പോകണ്ട, ഒരുപാട് പ്രായമായി, ജോലിക്ക് പോകണ്ട, നിങ്ങളിനി ഇവിടെ നിന്നാൽ മതി. എന്നിട്ട് ഞാൻ തന്നെ ജോലിക്ക് പോയി തുടങ്ങിയത്. ഞാൻ തട്ടുകട ജോലിക്ക് നിന്നിട്ടുണ്ട്, ഞാൻ പെട്രോൾ പമ്പിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്, ഞാൻ വെളുപ്പിന് പത്രം ഇടാൻ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ചെയ്യാത്ത ജോലി ചുരുക്കോ ഞാൻ കശുവണ്ടി ഫാക്ടറി ജോലിക്ക് പോയിട്ടുണ്ട്, ഞാൻ റബ്ബറിന് പ്ലാറ്റ്ഫോം ചെത്താൻ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ഈ സമയം വരെ ഞാനൊരു 500 രൂപ കൂടുതലുള്ള ഒരു ഡ്രസ്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ കാര്യം. എൻ്റെ വീട് ഇപ്പോഴും ഓലയിട്ട വീടാട്ടോ, ഓലയിട്ട് മറ്റേ കട്ട കിട്ടിയ ആ വീടാ. പഞ്ചായത്തിൽ നിന്ന് ഞാനും അമ്മയും കൂടെയൊക്കെ നിന്ന് ഞങ്ങൾ പറഞ്ഞു വീട് റെഡിയായി, വാർപ്പ് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ, തറ ഇപ്പം തൽക്കാലം ഒന്ന് ഇട്ട് വെച്ചേക്കുക, അവിടെ കറണ്ട് കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ കൊച്ച് ഈ ടൈലൊക്കെ ഇട്ട വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മോൻ ചോദിക്കും, അമ്മ ഇതെന്താകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത, നമ്മുടെ വീട് മാത്രം എന്തോമ്പോൾ ഈ ചാണകം തെളിച്ച് തറയാട്ടിരിക്കുന്നത്.
എന്റെ കുഞ്ഞിനൊരു നല്ല ഉടുപ്പ് വാങ്ങാനാവട്ടെ. അല്ലാതെ അവൻ തന്നെ ചോദിക്കും എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക്, അമ്മ എന്തിനാ കരയുന്നത്? ഞാൻ കരയുന്ന ആരെയും ഞാൻ കാണിക്കത്തില്ല. ഇവര് തന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇവര് രണ്ടുപേരും പോലും എൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഇപ്പോഴാണ് അവർ എൻ്റെ കാര്യങ്ങൾ അറിയുന്നത്. എൻ്റെ കുഞ്ഞ് എന്നോട് ചോദിക്കുന്നത്, അമ്മ അമ്മയ്ക്ക് ആരും ഇല്ലെങ്കിലും ഞാനില്ലേ അമ്മ അമ്മയ്ക്ക്, അമ്മ എന്തിനാ വിഷമിക്കുന്നത്? ആ പൊടി കുഞ്ഞെന്നോട് എത്ര ചോദിക്കുന്നത്, ഞാനില്ലേ? എൻ്റെ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഞാൻ മരിക്കാൻ ഒരുങ്ങി കേട്ടോ. പിന്നെ ഞാൻ എന്തിനാ ഞാൻ മരിക്കുന്ന, എന്തിന്? അയാൾ പോയതിന് ഞാൻ മരിക്കുന്ന എന്തിന്? എൻ്റെ കുഞ്ഞിനെ ഞാൻ ജീവിക്കണ്ടേ, അവനെ ഞാൻ നോക്കണ്ടേ? ആരും ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞുണ്ടാവും എന്നറിയാം. എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു വീട് വേണം. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടക്കണം. പഴയ വീടിന് കതുകില്ല, അടച്ചുറപ്പുള്ളൊരു വീട് വേണം. അതെൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ചേച്ചി. പിന്നെ എനിക്ക് ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമഡി മാസ്റ്റേഴ്സിൽ വന്നത്, അതെനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടിരിക്കുക. അതിൽ വന്നത് തന്നെ. ഇനി എൻ്റെ കുഞ്ഞിനെ വളർത്തണം, എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണം. ഈ കളിയാക്കിയ ആൾക്കാരെല്ലാം ഇപ്പം എന്നോട് എന്ത് സ്നേഹമാണെന്നറിയാവോ? ഓരോരുത്തരൊക്കെ വന്നിട്ട് പറയുന്നത്. അങ്ങനെ ഒരു ഇതാക്കി തന്നത് എനിക്ക് അമൃത TV, ഈ കോമഡി മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാമാ. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ കടപ്പാട്. മനസ്സിലായി. പക്ഷേ ഈ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതായത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്തിന് ഇത്ര വിഷമം ഞങ്ങൾക്ക് ദൈവം തരുന്നതെന്ന്. പക്ഷേ എല്ലാവരുടെയും ലൈഫിൽ ഓരോ വിഷമങ്ങളുണ്ട്. അത് നമുക്ക് ദൈവം തരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ കൊണ്ട് അത് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ളപ്പോൾ മാത്രമേ ദൈവം അങ്ങനത്തെ വിഷമങ്ങൾ നമുക്ക് തരുള്ളൂ. എലി, നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലേ? നമുക്കൊക്കെ എല്ലാവർക്കും തെറ്റുപറ്റും. ഇത് എട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായത്തിൽ ചെയ്തൊരു ചെറിയൊരു തെറ്റിന്റെ പേരിൽ ജീവിതാവസാനം മുഴുവൻ ഒരാൾ നിന്ന് വിഷമിക്കുക എന്ന് പറയുന്നത്, അത് ഇത് കേൾക്കുന്ന നാട്ടുകാരടക്കം ചേച്ചനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഞാൻ പറയാണ്. ഇത് എല്ലാവർക്കും പറ്റുന്നതാണ്. അതങ്ങ് കളയുക, ചേച്ചിയും കളയുക. കാരണം ചേച്ചി നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഫ്ലോറിലാണ്. ഇനിയും ഈ പറഞ്ഞ കലാകാരി എന്ന രീതിയിൽ തന്നെ ചേച്ചി നന്നായി വരട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. അത് മാത്രല്ല, ഇതിനകത്ത് മോനല്ലേ, മോൻ എത്ര വയസ്സ്? 4 വയസ്സുള്ള 4 വയസ്സുള്ള അവനെ പഠിപ്പിച്ച് മിടുമിടുക്കനാക്കി നല്ലൊരു പൊസിഷനിലാക്കി കാണിച്ചു കൊടുത്ത് വേണം ഇതിന് പകരം ചോദിക്കാൻ. അതെ അതെ. എൻ്റെ മോൻ്റെ പിറന്നാളിൻ്റെ അന്നായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ വന്ന സ്കെച്ച് ടെലികാസ്റ്റ് ചെയ്തത്. എൻ്റെ മോൻ അവിടെ എല്ലാം പറയാം, എൻ്റെ അമ്മ TV വന്നേ, എൻ്റെ അമ്മ TV വന്നേ. വലിയ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല, അതല്ലേ ഏറ്റവും വലിയ ഗിഫ്റ്റ്. കൊച്ചിന്റെ പേരെന്നാ? ഗൗതം. മൂത്ത ആളുടെ പേര് ഗൗരീഷ്. ഓക്കെ, ഗൗതമിന് നമുക്ക് ഹായ് കൊടുക്കാം കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെ അന്വേഷണം പറയണം, മറ്റേ കുഞ്ഞിനോട് ഞങ്ങളുടെ അന്വേഷണം പറയണം. ഇപ്പൊ ശാരിക നന്നാവണം എന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്, നാട്ടുകാർക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആണ്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് എല്ലാ കാര്യം സോർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാം. ഞങ്ങളുണ്ട് കൂടെ. ഹാപ്പി അല്ലേ? അത്രേ ഉള്ളൂ. ഇനി ടെൻഷനൊക്കെ വിട് കേട്ടോ, ടെൻഷൻ എല്ലാം വിട്. ശരി പക്രചേട്ടാ, അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ബാറ്ററി ചാർജ് ആയതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടയോ? തീർച്ചയായിട്ടും അറിയണം. അത് മാത്രമല്ല ഇവർക്ക് എത്ര കിട്ടിയെന്ന് ആദ്യം നമുക്കറിയണം. അതെ. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസിന് എത്രത്തോളമാണ് ബാറ്ററി ചാർജ് കയറിയിരിക്കുന്നത് എന്നുള്ളത് നോക്കിയാലോ? ₹13,000 ആണ് നിങ്ങളുടെ ഈ ഒരു സ്കിറ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഹാപ്പി അല്ലേ? അപ്പൊ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബാങ്ക് ഓഫ് കൊച്ചിനോട് ചോദിക്കും, ആ 13,000 ട്രാൻസ്ഫർ ചെയ്ത് തരൂ. ബാങ്കുമായിട്ടിരിക്കുന്ന കൊച്ച്, അതാണ് ബാങ്ക് ഓഫ്. അല്ല, ഇതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിവിടെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ ചിരിയുടെ ബാറ്ററിയാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് 3 പേരും ശക്തരായ സ്ത്രീകളാണ്. തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ ഇവര് പറയുന്ന ചില കാര്യങ്ങളിൽ മനുഷ്യത്വത്തിന്റെ ചാർജും നമ്മളിലുണ്ടാവും. തീർച്ചയായിട്ടും മനസാക്ഷിയുടെ ചാർജ്, അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ. കാരണം ഇവരിവിടെ വന്ന് കാര്യങ്ങൾ പറയുന്നതിനകത്തുനിന്ന് നമുക്കൊരു വല്ലാത്തൊരു ഒരു അനുഭവ കഥ എന്നുള്ളതല്ല, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇവരുടെ ആ ഒരു ഊർജം നമ്മളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സും ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിയെ മാത്രമല്ല നമ്മുടെ മനസ്സിനെയും കൂടെ ചാർജ് ആക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മനുഷ്യത്വത്തിന്റെ ബാറ്ററി കൂടി ചാർജ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ അത് എത്രയാണെന്ന് കൂടെ കാണാം. ഓക്കെ, അതായത് എല്ലാരും കൂടെ ഒരു പോസിറ്റീവ് വൈബ് അങ്ങോട്ടേക്ക് തന്നിരിക്കാണ്. ആ ബാറ്ററി എത്രത്തോളം ചാർജ് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കിയാലോ? മനസ്സിലായോ? ഒരു ബാറ്ററി കൂടെ ഇതാ ഇപ്പൊ അൺലോക്ക് ആവാൻ പോവാ, നമുക്ക് നോക്കാം.
മനുഷ്യത്വത്തിന്റെ ചാർജ് ചെയ്തിട്ടിരുന്നു. മനുഷ്യത്തിന്റെ ചാരിറ്റിയിൽ അവരൊക്കെ അവർക്ക് കൂടെ സന്തോഷമായിട്ടെ എന്ന് വെച്ചിട്ടാ മോളെ. ശാരി അയ്യോ ഹാപ്പി അല്ലേ? കരയാണ്ട് നിന്ന് കഥ പറഞ്ഞ ആളാണ്. സന്തോഷാ വേണ്ടത്, ചിരിയാ വേണ്ട നമുക്ക്. എടുത്തോ നിങ്ങളെ സമയം എടുത്തോ. എലിയേ എന്തോ ഒരു കാര്യത്തിൽ സന്തോഷമായി. നമുക്കൊക്കെ ഇത്രയും മനുഷ്യത്വമുള്ളതുകൊണ്ട് ചാർജായി, ഫുള്ള് ചാർജ് കിട്ടി. മനുഷ്യത്വം അത്ര ഉണ്ടപ്പ. അതെ ഉറപ്പായിട്ടും. പക്ഷെ അത് ഗംഭീരമായിട്ടോ, ഗംഭീരമായി. സോ ഹാപ്പി, സോ ഹാപ്പി. തെറ്റല്ലേ? ഇത്രേ ഉള്ളൂ. നമ്മളെല്ലാരും, ഞാൻ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്, നമ്മളെല്ലാരും കൂടിയാൽ കൂടൽ നമ്മളെല്ലാരും കൂടെ കൂടിയാൽ അത് പവർ ആക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇതൊരു തുടക്കമായിരിക്കും ചേച്ചി. തീർച്ചയായിട്ടും. ഇതിപ്പോ ഈ കണ്ടില്ല, ഈ ചാർജ് ആയില്ലേ, ഇനി അങ്ങോട്ട് ലൈഫ് മൊത്തം ഇതുപോലെ ഫുൾ ചാർജ് ആയിട്ട് പോട്ടെ. അടിപൊളിയാവും. ഇനി നമുക്ക് ആ കൊച്ചു ബാങ്കിനോട് ആ വലിയ എമൗണ്ട് ഇട്ടുതരാൻ പറയട്ടെ. യെസ്, ബാങ്ക് ഓഫ് കൊച്ചി. ചേട്ടാ ഒരു അക്കൗണ്ട് നമ്പർ കൂടെ തട്ടെ. ആദ്യം ഇതൊന്ന് തെന്നിക്കട്ടെ. സൂപ്പർ സൂപ്പർ സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനി മുന്നോട്ടേക്ക് വരാം, നമുക്ക് സ്കിറ്റ് അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വിപിൻ ചേട്ടാ നല്ലൊരു കൂടലായിരുന്നു. ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല നിങ്ങളുടെ സിനിമയുടെ വിശേഷങ്ങളും കൂടെ പങ്കുവെക്കാൻ സാധിച്ചു. 2-3 പേരോടും കൂടെ എനിക്ക് സംസാരിക്കാനുണ്ട് കേട്ടോ. കാരണം മീര അടുത്ത് ഞങ്ങൾ ഇതുവരെ സംസാരിച്ചില്ല. ഹായ് മീര. ഹലോ ഹലോ. എങ്ങനെയുണ്ടായിരുന്നു പാട്ടൊക്കെ പാടിയിട്ടുള്ള എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മൂവിയിൽ പാടുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ വരാൻ പറ്റിയതിലൊക്കെ. മീരയുടെ വൈറലായ സോങ് നമുക്ക് കേൾക്കണ്ടേ? അതെ, എ റൊമാൻ സ്റ്റോറി ഇട്ട ആ പാട്ട് കേൾക്കാം. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം അങ്ങാകലേ അങ്ങാകലേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ എങ്ങിരുന്നാലും മറിയണുണ്ടേ മിണ്ടാമൺ തരിവാരെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല കണ്ടില്ല നിന്നനവ് പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. എങ്ങനെ സ്റ്റോറി ഇടാതിരിക്കും അല്ലേ? എനിക്ക് ഈ കൂടൽ ടീമിനോട് ഒരു പ്രത്യേക സ്നേഹം വേറെ ഉണ്ട്. വിപിനുണ്ട് എന്നുള്ളത് മാത്രമല്ല, 916 കുഞ്ഞൂട്ടലില് ഇവിടെ ഒരു നായിക ഇരിക്കുന്നു, അവിടെ കൂടലില് ഒരു നായിക താ നിൽക്കുന്നു. നീ അങ്ങനെ നോക്കുമ്പോ എനിക്കിത് ഈ വാഴ നനക്കണതിന്റെ ഒപ്പം ചീര നനച്ച അല്ല, അങ്ങനെയല്ല. അല്ല, അത് ഞാൻ നനയ്ക്കാൻ വെള്ളം കോരുവാടാ. എടാ എടാ വെള്ളം നമ്മൾ ഒരേ ബ്ലഡ് അല്ലേ? ഇത് നമ്മളുടെ ഒരുമിച്ചുള്ള പടവും നമ്മുടെ പടവും ഒന്നും ഇല്ലല്ലോ. എന്റെ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയില്ല. അപ്പോഴാണ് നിനക്ക് യഥാർത്ഥ നന മനസ്സിലാവുള്ളൂ. കൂടലല്ല, 916 കൂടൽ. എടാ ഈ മനുഷ്യന്റെ ബുദ്ധി ഉണ്ടല്ലോ, പ്രധാനമന്ത്രിയാവാ. അപ്പൊ എന്തായാലും ന്യൂജൻ ആൾക്കാർക്കാണെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണോ അല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ. തിയേറ്ററിൽ പോയി കാണാം. ജൂൺ 20th. ദ ഹോൾ ടീമിന് ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും ഇതുപോലെ മൂവീസ് ചെയ്യാൻ പറ്റട്ടെ. എനിക്ക് ശരിക്കും പറഞ്ഞ എന്താ പറഞ്ഞ ഗർവാപ്പസി എന്ന് പറയൂലേ, എന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. അതിലുപരിയായിട്ട് ഇന്ന് വന്നതിൽ ഏറ്റവും സന്തോഷം ഇവിടെ കണ്ട തമാശകളെക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ആ സ്വയം മനുഷ്യത്വം എന്ന് പറയുന്ന ചാർജ് ചെയ്തില്ലേ, അത് വലിയൊരു സന്ദേശമാണ്. അത് ഗംഭീരമായൊരു തോട്ടാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കാണാം. നമുക്ക് വേണം. ഓക്കെ, അപ്പൊ അടുത്തൊന്നും കാണാതിരിക്കും. ബൈ, ടാറ്റാ.